എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റോഡപകടത്തിൽ പരിക്കേറ്റ് രക്തം വാർന്ന് റോഡിൽ കിടന്ന 2 ചെറുപ്പക്കാരെ ഒരാൾ ആശുപത്രിയിലെത്തിക്കുന്നു, ഒരു സ്ത്രീ. എന്നാൽ സമൂഹം അവർക്ക് തിരിച്ചു നൽകിയതോ കുറ്റവാളിയുടെ പരിവേഷം. 35 ദിവസം ജയിലിൽ കിടന്നു. അവസാനം നിരപരാധിത്വം തെളിയിക്കാൻ 9 കൊല്ലം പോരാട്ടം നടത്തേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഇന്നിവിടെ ഈ മത്സരവേദിയിൽ അനാവരണം ചെയ്യുന്നത്. വരുന്നു മൂവാറ്റുപുഴ കടമറ്റത്തിന് സമീപം പെരുമൂഴിയിൽ നിന്ന് റീന മത്തായി. റോഡപകടത്തിൽ പരിക്കേറ്റ് ചോരവാർന്നു കിടന്ന 2 ചെറുപ്പക്കാരെ കാറിൽ കയറ്റി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതിലൂടെ കുറ്റവാളിയായി മാറേണ്ടി വന്ന വിചിത്രമായ ജീവിതാനുഭവമാണ് റീന മത്തായിയെ വാർത്തകളിലെത്തിച്ചത്. 18-ാം വയസ്സിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി തുടങ്ങിയ ജീവിതയാത്രയിൽ തികച്ചും അപ്രതീക്ഷിതമായാണ് 2 ചെറുപ്പക്കാരുടെ രക്ഷകയായി മാറിയതിലൂടെ കേസിലും ജയിലിലും അകപ്പെട്ടു പോകാൻ ഈ മൂവാറ്റുപുഴ സ്വദേശിനിക്ക് വഴിയൊരുങ്ങിയത്. നീതിയും നിയമവും സാധാരണക്കാർക്ക് ഉറപ്പാക്കേണ്ട കാക്കി അണിഞ്ഞവർ തന്നെ കരുതിക്കൂട്ടി റീനയെ കേസിൽ കുരുക്കിയതോടെ 35 ദിവസം ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു ഈ ജീവൻ രക്ഷകയ്ക്ക്. വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് കെട്ടിച്ചമച്ച കേസുകളുടെയും തടവ് ശിക്ഷയുടെയും ഇരയായി മാറിയ സ്വന്തം ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി റീന മത്തായി. ഹായ് കുട്ടേട്ടാ. നമസ്കാരം റീന മത്തായി. ഹായ് റീന മത്തായി. ഞാൻ എന്തിനാ ഇങ്ങനെ കാണിച്ചു? സാധാരണ നമസ്കാരം എന്നാ പറയുന്നത്, ഇതൊരു സല്യൂട്ടാ. കാരണം ഒന്നുമില്ലെങ്കിൽ 35 ദിവസം ജയിലിൽ കിടന്നു, അവസാനം 9 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും നിരപരാധിയാണെന്ന് തെളിയിച്ചല്ലോ. കേസ് വെറുതെ വിട്ടോ? എത്ര ദിവസമായി വെറുതെ വിട്ടിട്ട്? 2-3 ആഴ്ചയായി. 2-3 ആഴ്ചയായി. ഏത് കോടതി വരെ പോയി? തൃശ്ശൂര് അയ്യന്തോള് അവിടെയായിരുന്നു കേസ്. ഓക്കെ. യഥാർത്ഥത്തിൽ ഇത് എത്ര കൊല്ലം മുമ്പുള്ള കേസാണിത്? സംഭവം നടന്നത് 2015 ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് വന്നത്. അന്ന് നമ്മൾ എന്തായിരുന്നു പണി? അന്ന് എനിക്ക് പച്ചക്കറി കടയായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു? എത്ര കാലം? ഞാൻ 22 വർഷം. 22 കൊല്ലം ഓട്ടോ ഓടിച്ചു. നാട്ടിലാണോ? നാട്ടിൽ തന്നെ. പെരുമൊഴി തന്നെ. അവിടെ ഈ ഫാദർ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഫാദറിനായിരുന്നു പച്ചക്കറി കട. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേര്. അതിന്റെ എങ്ങനെയാ സംഭവം അനുപാതം? ഏറ്റവും മൂത്ത ചേച്ചി, അത് ഞങ്ങള, അത് ഞാൻ. കല്യാണം കഴിച്ചില്ല? ഇല്ല. പുരുഷന്മാരെ വിശ്വാസമില്ല? ഇല്ല. നന്നായി. ഓക്കെ. അപ്പൊ ഈ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ കാര്യം? അത് ഞങ്ങക്ക് ഫാദറിന് പഠിക്കാനൊക്കെ പോയില്ലേ? SLC വരെ പോയി. പിന്നീട് വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? കൂലിപ്പണി എടുത്താ ജീവിക്കുന്നത്. കൂലിപ്പണിയായിരുന്നു. ഓക്കെ. പഠിക്കാൻ പൈസ ഇല്ലാത്തോണ്ടാണോ മുന്നോട്ട് പോഞ്ഞ? അതോ അല്ല, പിന്നെ ബിസിനസ് ഫാദറായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്ത് ബിസിനസ് ആയിരുന്നു? പച്ചക്കറി ബിസിനസ് ഫാദറിനുണ്ടായിരുന്നു. അത്യാവശ്യം കാര്യമായിട്ടുള്ള പച്ചക്കറി ബിസിനസ് ആയിരുന്നു. എവിടെയായിരുന്നു ഇത്? അത് പെരുമൊഴി തന്നെ. ടൗൺ ആണോ പെരുമൊഴി? ചെറിയൊരു ടൗണാ. അവിടെ കച്ചവടം ചെയ്തോണ്ട് വന്നു കഴിഞ്ഞപ്പോ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോ ചേച്ചി ഏറ്റെടുത്തു. അത് ചേച്ചി സ്വാഭാവിക മരണമായിരുന്നു? അതോ ചേച്ചി മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഫാദർ ശരിക്കും മദ്യപിക്കുകയാണ്. അപ്പൊ ബിസിനസ് പൊളിഞ്ഞോ മദ്യപാനം കൂടിയപ്പം? അല്ല, അത് കഴിഞ്ഞപ്പോ ചേച്ചി ഏറ്റെടുത്തു. മൂത്ത ചേച്ചി ഏറ്റെടുത്ത് കഴിഞ്ഞ് ആ കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പെരുമ്പാവൂരിന്ന് ബസ്സിലാണ് പച്ചക്കറി കൊണ്ടുവന്നോണ്ടിരുന്നത്. മൂവാറ്റുപുഴന്ന് ഓട്ടോറിക്ഷ വിളിച്ച്. അപ്പൊ ദിവസം അങ്ങനെ വണ്ടി വിളിച്ചല്ലേ വന്നത്. അപ്പൊ അത് കാരണം ഓട്ടോറിക്ഷയിൽ വരുമ്പോ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടന്റെ കൂടെ ഡ്രൈവിംഗ് പഠിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ അത് വണ്ടി എടുത്തു. ഓട്ടോറിക്ഷ എടുത്തു സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തപ്പോ നമുക്ക് അറിയില്ലല്ലോ, ഇതിനെ കൃത്യമായ ഇതൊന്നും അറിയില്ല. അങ്ങനെ CC അടയ്ക്കാതെ വന്ന് ഓടി കൂടി വന്ന് വണ്ടി പിടിച്ചോണ്ട് പോയായിരുന്നു. അപ്പൊ നമുക്ക് അറിയില്ല, ഇത് ഓടിയുള്ള വണ്ടിയായിരുന്നു വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടത്. പിന്നീടാണ് മനസ്സിലായി. അതിന് 2ാമത് വേറെ വണ്ടി മേടിച്ചു. എല്ലായിടത്തേക്കും ഓട്ടം പോകാറൊക്കെ ഉണ്ട്. നല്ല ഓട്ടം ഉണ്ടായിരുന്നു. രാത്രിയും പകലും ഓടുമായിരുന്നു. രാത്രി എത്ര മണി വരെ കൂടുമായിരുന്നു? രാത്രി ചിലപ്പോ 2-3 മണി വരെ കൂടും. വെളുപ്പിന് പേടിയൊന്നുമില്ല. ആ കാര്യത്തിൽ ഒട്ടും പേടിയില്ല. ഇപ്പോഴും ഇല്ല. നമ്മളെ പേടിയുള്ളൂ ആൾക്കാർ.
ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ഓട്ടം വിളിച്ചു വണ്ടിക്ക് ആശുപത്രി കേസൊക്കെ വരുമ്പോ വിളിക്കും രാത്രി. അപ്പൊ ഞാൻ പോവും. അങ്ങനെ പോകണം നമ്മുടെ അടുത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ആരും ഇല്ല. ഇതിനിടയ്ക്ക് നാട്ടിലുള്ള ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ റോഡരിലൊക്കെ രാത്രി വെള്ളം അടിച്ചിട്ട് പാമ്പായി കിടക്കുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി വെച്ചു പോകുന്നു. നമ്മുടെ നാട്ടിലാകുമ്പോ ഇപ്പൊ അന്യ നാട്ടുകാരായാലും ശരി, നമുക്കൊരു അപകടം വന്നിട്ടുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അടിച്ച് പാമ്പായ നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ ഉണ്ട്. അല്ല നമ്മൾ കൊണ്ടുപോയി വിടും. അവരൊന്നും പേടിയൊന്നും അങ്ങനെ കാണിച്ചത്. എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരുന്ന സമയത്ത് കോളഞ്ചേരി ടൗണിൽ വെച്ച് ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി ഒതുക്കിയിട്ടേക്കുമായിരുന്നു. അപ്പൊ വണ്ടിയിൽ വന്നയാൾ സാധനം മേടിക്കാൻ കടയിലാണ്. അപ്പൊ ഒരാൾ ശരിക്കും മദ്യപിച്ചിട്ട് വന്നിട്ട് ആദ്യം ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ ചേട്ടാ പോകട്ടെ എന്ന് പറഞ്ഞു. ചേട്ടൻ ആളെ നോക്കി പുറത്താൻ പറയാൻ മനസ്സിലായിട്ടില്ല. പുള്ളി രണ്ടാമതും വന്നു. മൂന്നാമത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അടിച്ചു. ഞാൻ ടൗണിൽ കൂടെ ഓടിച്ചിട്ട് അടിച്ചു. അത് കഴിഞ്ഞ് SI കണ്ടോണ്ടിരിക്കുക. SI പറഞ്ഞു നമ്മളെ റീനയാ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി പോയി. ഞാൻ പിന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ കൂടെ പോരുകയും ചെയ്തു. പിന്നെ അടികൊണ്ട് ആളെ പിന്നീട് കണ്ടോ? പിന്നീട് എല്ലാം കണ്ടു. ഞങ്ങൾ അയാളുടെ വീട്ടിൽ പോയത് കണ്ടു. ചേട്ടനായിട്ട് ഇന്നലെ വർത്തമാനം പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ വന്നിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഇവരോട് ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ക്ഷമയൊക്കെ പറഞ്ഞു. അടികൊണ്ടോ മിച്ചം? അടികൊണ്ട് മിച്ചം കയ്യിൽ പോകാനല്ലേ. അപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ചു. ഓട്ടോറിക്ഷ പിന്നെ വിറ്റു അല്ലേ? വിറ്റു. അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറി കടയാണ് ഞാനും അമ്മയും കൂടെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ചേച്ചി നടത്തിക്കൊണ്ടിരുന്നില്ലേ? ചേച്ചി അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു. 2 നിലയുടെ മുകളിൽ നിന്ന് വീണ് നടു ഒടിഞ്ഞ് കൈയും കാലും തളർന്നു പോയായിരുന്നു എന്റെ. അത് ശരി. അതിന്റെ 2 നിലയുടെ മേളിൽ കയറാൻ കാര്യം? അത് ഒരു വാടക വീടായിരുന്നു. വാടക വീടിന്റെ മുകളിൽ താമസിക്കുന്നുണ്ടെന്നാണോ വീണത്? വാടകയ്ക്കായിരുന്നു അന്നേരം ഞാൻ താമസിക്കുന്നത് 2005. അന്നേരം ഷീറ്റ് ഇട്ടിട്ട് തിരികെ പട്ടിയകഷം ഒടിഞ്ഞു പോയി. അപ്പൊ നേരെ അങ്ങനെ തന്നെ ഇരുന്ന് വീണു. എന്റെ ആശുപത്രി കൊണ്ടു നടു ഒടിഞ്ഞു. അത് ഇവന്റെ കൈയും കാലും തളർന്നു പോയായിരുന്നു. 3.5 മാസം കിടന്നായിരുന്നു. ലാസ്റ്റ് 12ാമത്തെ ഡോക്ടർ മെഡിക്കലിൽ വന്ന് ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ പറഞ്ഞ 6 മണിക്കൂർ സമയം എനിക്ക് തന്നത്. കയ്യും കാലും അനങ്ങി ദൂരം. അപ്പൊ പ്രതീക്ഷയില്ലാതെ വീട്ടിൽ പോയി. എന്നിട്ട് ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം തന്ന ജീവിതമാണ് ദാനം എന്ന് പറഞ്ഞത്. ഈ ജീവിതം ദൈവം എനിക്ക് ദാനമായിട്ട് തന്നേക്കണതാണ്. പിന്നെ ഞാൻ ആര് വഴിക്ക് കിടന്നാലും നമ്മൾ എടുത്തോണ്ട് പോകും. അത് വീട്ടിലെപ്പോഴും അമ്മയായാലും പറയും ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് ചുവന്നിട്ട് എടുക്കുമെന്ന് പറയും. പിറ്റേ ദിവസം ഞാൻ അവരുടെ വായിന്ന് ചെറിയാക്കേണ്ടി വരും. സഹായിക്കും. അവിടെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ആര് വണ്ടി ചേച്ചി പച്ചക്കറി കട നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. നന്നായിട്ട് നടത്താൻ പറ്റി. അതിന്റെ ഇടയ്ക്ക് കുറെ സാമൂതിരി രോഗികൾ എന്റെ കട 2-3 പ്രാവശ്യം കത്തിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്താ കാര്യം? അവരുടെ കടയൊക്കെ തൊട്ടടുത്തുണ്ട്. കച്ചവടം ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവര് കത്തിച്ചിട്ടൊക്കെ ഞാൻ നിയമത്തിന്റെ പുറത്ത് പോയി എല്ലാം ജയിച്ചു വന്നു. നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പൊ 2 വർഷമായുള്ളൂ ഈ കരിക്കും ചക്കയും ഒക്കെ വിറ്റു തുടങ്ങി. ഈ പച്ചക്കറി കട അവസാനിപ്പിക്കാൻ കാര്യം എന്തോ? കച്ചവടം ഒട്ടുമില്ലാതെ ഈ മാളൊക്കെ വന്ന കാരണം എല്ലാവരും പോകുമ്പോ ഒരു കടയിൽ നിന്ന് എല്ലാം സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഈ നമ്മുടെ അടുത്ത് പച്ചക്കറി മാത്രമായിട്ട് ചെറിയ കച്ചവടക്കാർക്ക് സ്കോപ്പില്ല. ചെറുകിടക്കാരുടെ ആഫീസ് പൂട്ടി അല്ലേ? അപ്പൊ അത് കാരണം ഞാൻ ആ കച്ചവടം നിർത്തിപ്പോ 2 വർഷമായുള്ളൂ കരിക്കും ഇതും വിറ്റു തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ ചക്ക കച്ചവടം തുടങ്ങിയപ്പോഴത്തേനും ഓട്ടോറിക്ഷ നിർത്തി? അല്ല, ഞാൻ 3 വർഷമായി വണ്ടി കൊടുത്തിട്ടല്ലേ? അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ സംഭവം എവിടെ വെച്ചാ ഉണ്ടായത്? തൃശ്ശൂർക്ക് ടൗണിലേക്ക് പോണ സമയത്ത്. എന്തിനാ അങ്ങോട്ട് പോയത്? അത് ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് കൂട്ടുകാരിയുടെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവൻ 10 ദിവസത്തെ അവധിക്ക് വന്നതാ. ആ അവധിക്ക് വന്നു കഴിഞ്ഞ് അവനെ കൊണ്ടുപോയി വിടാനായിട്ട് തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഞാൻ പോയതാ. എങ്ങനെ പോയി? കാറും കൊണ്ട് പോയതാ? ഡ്രൈവ് ചെയ്തോ അതോ? ഞാൻ ഡ്രൈവ് ചെയ്ത് പോയത്. ഞാനും കൊച്ചും കൂടെ പോയത്. അത് കഴിഞ്ഞ് കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കൂട്ടുകാരുടെ അമ്മയായിട്ട് ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോണ സമയത്താണ് 2 പിള്ളേർ വണ്ടി ഇടിച്ച് കിടക്കണു. അവർ കിടക്കണം കണ്ടു കഴിഞ്ഞ് ഒത്തിരി വണ്ടി കൈ നീട്ടുണ്ട്. ഞങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് കാണാം. ആരും വണ്ടി നിർത്തണില്ല. അന്നേരം ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ അവിടെ നാട്ടുകാരെല്ലാരും കൂടി 2 പേരും കയറ്റി ശരിക്കും തലയൊക്കെ പൊട്ടി ചോര ഒഴുകി കിടക്കണം. അവരെന്തോ വാഹനത്തിലായിരുന്നു? ടൂ വീലർ കൊണ്ട് ഇടിച്ചതാ? ഇടിച്ച വണ്ടി അവിടെ ഇല്ല? വണ്ടിയില്ല. അപ്പൊ ഇവര് പറയണ മെഡിക്കൽ കോളേജിട്ട് പോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരി അമ്മ പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിട്ട് പോണ സമയത്ത് ആരെങ്കിലും കൂടെ കയറിയായിരുന്നു? ഇല്ല, ആരും കയറിയില്ല. മാറി കയറ്റി വിട്ടു മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ 2 പേരും അമ്മയ്ക്കും മോനും അറിയാലോ. അത് കാരണം ഞാൻ പിന്നെ കൂടെ ഒന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, അവർക്ക് ബോധമുണ്ടോ? 2 പേർക്ക്? ഒരാൾക്ക് ഉണ്ടായിരുന്നു. ഒരാൾക്ക് ബോധമുണ്ട്. അപ്പൊ അവിടുന്ന് ഞങ്ങള് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോണ വഴിക്ക് അവിടെ സിഗ്നലിന്റെ അവിടെ വന്നപ്പോ ഞാൻ ലൈറ്റ് ഇട്ട് ഓൺ അടിച്ചാ പോണത്. അന്നേരം ട്രാഫിക്കിൽ നിന്ന് സാറ് പറഞ്ഞു പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പുറം വണ്ടി നിർത്തിയിട്ടായിരുന്ന വണ്ടിയാ. ഇപ്പഴേക്കടെ കിടന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു ബ്ലോക്കാർ. ഞാൻ വണ്ടി എടുത്തോണ്ട് പോവും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നൊരു വണ്ടി
എൻ്റെ വണ്ടിയിലേക്ക് ഇടിക്കുകയും ചെയ്തു. ഇടിച്ചു. അതിന്റെ എന്ത് വണ്ടിയായിരുന്നു ഒന്ന് ഇടിച്ചത്? ഈ ജീപ്പ് വരെ. ജീപ്പ്. ആ. അപ്പൊ ആ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് 2 ഡോറും പോയായിരുന്നു. അപ്പൊ തന്നെ ആ ഡോറ് കെട്ടി അവർ പിടിച്ചു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു വേഗം കൊണ്ടുപോയി വിട്ടിട്ട് നിങ്ങൾ ട്രാഫിക് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി എഴുതി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് ട്രാഫിക് സ്റ്റേഷനിൽ ചെന്ന് പരാതി എഴുതി കൊടുത്തു. ഞങ്ങൾ കൂട്ടുകാരെ ഫ്ലാറ്റിൻ്റെ ഇങ്ങോട്ട് വരുക. വന്ന് അവിടെ താഴെ ഒന്ന് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ്ട് വിളിച്ചു പറഞ്ഞു ആരോ കൊന്നിട്ട് വന്ന് വണ്ടി കഴുകുമെന്ന് പറഞ്ഞു. വണ്ടി കഴുകാൻ കാരണം മൊത്തം ബാക്കില് മൊത്തം ചോര കട്ട പിടിച്ചു കിടക്കുക. അപ്പൊ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കഴുകണു. ഇപ്പൊ പോലീസ് വണ്ടി വന്നു. എന്നെ സംഗതി അറിയില്ലല്ലോ, ഫ്ലാറ്റ് അല്ലേ എന്നോർത്ത് ഞാൻ ഒന്നും ഓടി വന്നിട്ട് നിഷാന്ന് പറഞ്ഞ മാഡം വന്നിട്ട് ചോദിച്ചു നീ ആരെ കൊന്നിട്ട് വന്നിട്ട് വണ്ടി കഴുകുവാടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇത് ഇന്നമാതിരി സംഭവം നടന്നത് എന്ന് പറഞ്ഞു. എന്ന് വിളിച്ച് ചോദിക്കും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു നീ ആരെ വന്നിട്ട് കൊന്നിട്ടല്ലടി എന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ കൈക്കിട്ട് മുഖത്തിട്ട് ഒരടി വന്നു. രണ്ടാമത്തെ അടിക്കാൻ കൈ കയറി പിടിച്ചു. മാഡം കാര്യം അറിയാതെ എന്നെ അടിക്കട്ടോ എന്ന് പറഞ്ഞു. വിവരം അറിയട്ടോ എന്ന് പറഞ്ഞു. അന്നേരമാണ് അജു എന്ന് പറഞ്ഞ പോലീസുകാരൻ എൻ്റെ കൈ 2 പുറകിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു മാഡം അടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പോലീസുകാരനാ, SI വന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞു എന്റെ മേത്ത് ഇനി തൊടണ്ടെങ്കിൽ അത് വിവരം അറിയട്ടോ എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ 2 പേരും പോരെന്നും പറഞ്ഞ് എന്നെ വണ്ടി കൂടെ കൊണ്ടുപോയി ഒല്ലൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നെ ഒരു ദിവസം അവിടെ മൊത്തം ഇരുത്തി വണ്ടി അവിടെ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി തന്നെയില്ലെന്ന് പറഞ്ഞു. വണ്ടി ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ട്രാഫിക് സ്റ്റേഷനിലെ റിജ്വാൻ സാർ വിളിച്ചു എന്നോട് വണ്ടി കൊണ്ട് വന്ന് ഹാജരാവണം, മറ്റവരുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റീനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാർ ഇന്നമാതിരി സംഭവം വണ്ടി ഇന്നടത്തുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു നീ റീനെ പറഞ്ഞില്ലായിരുന്നു ചോദിച്ചു. പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല, വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ലാന്നാ പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. അതായത് ട്രാഫിക് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന SI അല്ലേ? റിജിമോ സാറ് എന്നോട് ഞാൻ പറഞ്ഞു. അപ്പം ഇന്ന വരിക ഞാൻ വിളിച്ചോ കടന്നു പറഞ്ഞു. എന്നിട്ട് വിളിച്ച് സാറ് പറഞ്ഞു അന്നത്തെ ദിവസം ഇവിടെ സംഭവം ഉണ്ടായ റീനെ എഴുതി തന്നല്ലേ പിന്നെ എന്തിനാ അവളെ കൊണ്ടുപോയെന്ന് ചോദിച്ചു. വണ്ടി വേഗം തന്നെ വണ്ടി വിട്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് സമയമില്ല, നാളെ ഞാൻ വന്നേക്കാം. രാവിലെ ഞാൻ ചെന്നു, എനിക്ക് വണ്ടി ഒന്ന് വിടുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും മേലധികാരി കംപ്ലൈന്റ് കൊടുത്തു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നെ തല്ലിയ കാര്യങ്ങൾ എല്ലാം എഴുതി ഞാൻ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സസ്പെൻഷൻ ആയി 2 പേർക്കും. ഞാൻ ഒന്ന് നിശ്ചയം പിന്നെ ഒന്ന് അജു 2 പോലീസുകാരാ. 2 പോലീസുകാരാ. അത് കഴിഞ്ഞ് ഞാൻ ഷായ് സാർ എന്നെ വിളിച്ചു. ഒരു സംഭവം നടന്ന ഒരു വർഷം ആവണേന് ഉപ്പാട് എന്നോട് സാറ് പറഞ്ഞു CI ഓഫീസിലിരിക്കണം. സാറ് വിളിച്ചു റീന പരാതിയില്ലാന്ന് എഴുതി കൊടുക്കുക, ഒരു നേരത്തെ ആഹാരം നമുക്ക് മേടിച്ചു കൊടുക്കാം, ഒരു ജോലി നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അടിച്ചതിന് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം പോട്ടെ റീന ക്ഷമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പരാതി എനിക്ക് പരാതിയില്ലാന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഇപ്പം സാധാരണ ഞാൻ വരുമ്പോ ഷായ് സാറിനെ വിളിക്കണതാ. സ്റ്റേഷനിൽ കയറി എന്തിനാ പോയത് ഷായ് സാറിനെ കാണാനായിട്ട്. അല്ല ഞാൻ അവിടെ വരുമ്പോ അവിടെ കയറാറുണ്ട്, സാറിനുമായിട്ട് വർത്താനായിട്ട് പോകാറുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം നടക്കണത്. അപ്പൊ എന്റെ വണ്ടിയിൽ വേറൊരു പയ്യനും ഉണ്ട്, അജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് എന്റെ നാട്ടിലെ. അപ്പൊ വണ്ടി ഓടിച്ചത് ഞാൻ തന്നെയാ. ഒരു ഫസ്റ്റ് ഗിയർ അവിടെ സ്റ്റേഷൻ്റെ അടുത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടു, സെക്കൻഡ് ഗിയർ ഇടുമ്പോ ഹമ്പ, പിന്നെ ഹൈവേയാ, 4 കൂടുന്ന റോഡാ. ഇപ്പൊ ഈ ഹമ്പിന്റെ ഇവിടെ ഞാൻ വണ്ടന്ന് വണ്ടി ഇങ്ങനെ 2ാമത്തെ ഗിയർ മാറാൻ തുടങ്ങിയപ്പോ വണ്ടിയുടെ ബോണറ്റിന്റെ അടിച്ചു എന്നെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കി. അജു ഈ പോലീസുകാരൻ നേരത്തെ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയ പോലീസുകാരൻ. അപ്പൊ വണ്ടി ഇടിച്ചിട്ടില്ല ഒന്നുമില്ല എനിക്കറിയാം. ഇത് കഴിഞ്ഞ് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവരുടെ നാടല്ലേ, എനിക്ക് വലിയ പരിചയമില്ലല്ലോ. ഞാൻ ആ വണ്ടിയുടെ സ്റ്റേഷനിലേക്ക് കയറി പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അജുനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറാ കാര്യം എന്ന് ചോദിച്ചു. എന്തിനാ ഞങ്ങൾ പോലീസുകാര്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അജുവിനെ വണ്ടി ഇടിച്ചു കൊള്ളാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിന് എൻ്റെ വണ്ടിയല്ലേ ആവശ്യം, അത് 2 ഇവിടെ ഉണ്ട്, ആ പയ്യനെ വിടണമെന്ന് പറഞ്ഞു. പയ്യനെ വീട്ടിൽ പ്രശ്നം ആവും സാറേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ SI പറഞ്ഞു എന്നാ പയ്യനെ വിട്ടേക്കാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു നീ രാവിലെ വന്നേരെ റീനെ വിട്ടേക്കാന്ന് പറഞ്ഞു. രാവിലെ അജു അവിടെ അടുത്തുള്ള ജോമോൻ എന്ന് പറഞ്ഞ പയ്യനും ആ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് ജോമോൻ എന്ന് പറഞ്ഞ പയ്യനും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു ദിവസം അവിടെ ഇരുന്നോ? ഒരു ദിവസം അവിടെ കംപ്ലീറ്റ് ഇരിക്കുമ്പോ പറഞ്ഞു എന്താ കാര്യം ഈ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇടിച്ചു നിഷ അവിടെ ഇല്ല, മറ്റേ പോലീസ് ഇല്ല, നിഷയില്ല.
ഈ അപ്പൊ ഇവര് ഇങ്ങനെ പറഞ്ഞ് അജുവിനെ വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ എന്നെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനായിട്ട് വണ്ടി കയറ്റിയിരുത്തി. എന്നിട്ട് ആ വണ്ടി കയറ്റിയിരുത്തിട്ട് ഇവരെന്താ ഗ്ലാസ് ഇട്ടിട്ട് മുളക് സ്പ്രേ അടിച്ചു വണ്ടിക്കുള്ളിലേക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഇടി കിട്ടാനുള്ള പദ്ധതി എനിക്ക് മനസ്സിലായി. അജുന്റെ കൂടെ വേറെ ഒരു പോലീസുകാരനും കൂടെയാ തീരുമാനിച്ചു ഇറങ്ങിയിരിക്കുക. അന്നേരം ആ സമയത്ത് ആ സ്റ്റേഷനിൽ വനിതാ പോലീസ് ഇല്ല. അപ്പൊ പിന്നെ ഇടിക്കാനായിട്ട് എനിക്കറിയാലോ, ഏകദേശം നമുക്ക് ഈ ലോകം മുഴുവൻ നോക്കാൻ നമുക്കറിയാം. ഇടിക്കാമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ വണ്ടിയുടെ ഡോർ ഇങ്ങനെ തള്ളി കഴിഞ്ഞിട്ട് ഇവരിങ്ങോട്ട് പിടിച്ച് തള്ളുക. തള്ളി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ഇവൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ പിടിച്ച് കടിച്ചു. അപ്പൊ അടുപ്പിളും കിടപ്പുണ്ട് അജു. ആ കടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒരൊറ്റ തൊഴിയം കൊടുത്തു കാലും കൊണ്ട് അജുവിന്. അപ്പൊ തന്നെ ഞാൻ പുറം ചാടി. പിന്നെ വനിതാ പോലീസ് വന്നതിന് ശേഷം എന്നെ വണ്ടി കയറ്റി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന്. മെഡിക്കൽ ചെക്കപ്പിന് എന്തിനാ കൊണ്ടുവന്ന്? സന്ധ്യയായ സമയത്ത്. അല്ല അതെന്ത് കാര്യം? നിങ്ങൾ മദ്യപിച്ചിട്ട്? ഞാൻ മദ്യപിച്ചു എന്നും പറഞ്ഞ് ഇവര് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. അവിടെ ചെന്ന് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ചെക്കപ്പിൽ എന്തോ പറഞ്ഞു? മദ്യം കണ്ടെത്തിയോ? ഇല്ല. ആൽക്കോൾ കണ്ടന്റ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ CCTV ഉണ്ടായിരുന്നോ? ഇപ്പൊ ഞാൻ ഇടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തെ CCTV ക്യാമറ അവരുടെ ഇത് മൊത്തം കിട്ടും. അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവർ ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കാതില്ല ഞാൻ ഇടിച്ചോ ഇല്ലെന്ന് നോക്ക്, അല്ല എന്താ സംഭവം കാണാൻ പാടില്ലെന്ന് വെച്ചു. അതുപോലെ അവർ സന്മനസ് കാണിച്ചില്ല. അപ്പൊ എനിക്കറിയായിരുന്നു ഇത് ഇവർക്ക് പണി കൊടുത്തപ്പോ ഞാൻ എന്റെ കൂട്ടുകാരിയോട് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും കാരണവശാല് ഞാൻ ഇവിടെ വന്ന് പെട്ട അവരെന്നെ പൂട്ടൂന്ന് ഞാൻ പറഞ്ഞ കേസാ. അത് കറക്റ്റ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഇത് ചെക്കപ്പും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് സ്റ്റേഷന്റെ മുകളിലാണ്, പോലീസ് സ്റ്റേഷനിലല്ല കൊണ്ടത്, അതിന്റെ മുകളിൽ ഒരു വനിതകളുടെ ഇതാന്ന് പറഞ്ഞത്. അവിടെ കൊണ്ടുവന്ന് ഇരുത്തി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ഇരുന്ന പോലീസുകാരി പറഞ്ഞു അതിൽ നിന്ന് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ആ പുള്ളിക്കാരത്തിന്റെ വെള്ളം നല്ല തെളിഞ്ഞോളാം. ഞാൻ പൈപ്പിൽ ടാപ്പ് തുറന്നു നോക്കിയപ്പോ കലക്കവെള്ള. എന്നോട് പറഞ്ഞു അത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന പോലീസുകാരി അവർക്കെല്ലാം അറിയാമോ? അറിയാമോ? ഇപ്പൊ ഞാൻ ഈ സംഭവത്തിൽ കേസ് കൊടുത്തേക്കണത് എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഇവർക്ക് പണി കൊടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. ഞാൻ എന്നിട്ട് എനിക്ക് വെള്ളത്തിന്റെ കാഴ്ച ഞാൻ ആ കലക്കവെള്ളം കുടിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അജു ഇവരൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അജു പറഞ്ഞു ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി നേരം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ 12:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രാത്രിയോ അല്ല പകല് 12:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു റീനെ ഞങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വീണ്ടും പിറ്റേ ദിവസം വീണ്ടും മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവര് നോക്കുന്നത്. അവരെന്തോ നോക്കുന്നേ? അവർ മദ്യപിച്ചിട്ടുണ്ടോ, പിന്നെ മയക്കുമരുന്ന് വല്ലതും ഒക്കെ അടിച്ചിട്ടുണ്ടോ? പരിശോധന നടത്തിയപ്പോ ഒന്നുമില്ല എന്നറിയാൻ വേണ്ടി അവര് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എന്തെങ്കിലും സാധനം ഉപയോഗിക്കണം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ രാവിലെ വന്നിരിക്കണല്ലേ ഞങ്ങൾക്ക് പോകണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു റീന കോടതി ഹാജരാക്കുമെന്ന് പറഞ്ഞു. പറ്റും നീ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ജാമ്യം എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ജോമോൻ എന്ന് പറഞ്ഞ പയ്യനെ അഡ്വക്കേറ്റിനെ പരിചയമുണ്ട്. അപ്പം തന്നെ വിളിച്ചിട്ട് അഡ്വക്കേറ്റിൻ്റെ ഗുമസ്തൻ എന്നോട് വിളിച്ചിട്ട് ബിനീഷേനോട് വിളിച്ച് പറഞ്ഞു ഇന്നമാതിരി സംഭവം എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ 5 മണിക്ക് ഉപ്പാട് കൊണ്ടുവരാൻ നോക്കാൻ പറഞ്ഞു. എന്നെ കോടതി ഹാജരാക്കിയത് 6:30 ആയപ്പോഴാണ്. അപ്പൊ എന്നെ 6:30 ആയപ്പോ ഹാജരാക്കി. പിന്നെ എനിക്ക് ജാമ്യം കിട്ടൂല്ലോ. പിന്നെ ഇവിടെ സ്റ്റേഷൻ ജയിലിൽ കൊണ്ടുപോയിട്ടു. 35 ദിവസം കഴിഞ്ഞപ്പോഴാണ്. അല്ല പിന്നെ 35 ദിവസം വരെ ജാമ്യം കിട്ടിയില്ല. വക്കീൽ ഇടപെട്ടില്ലേ? അപ്പൊ അന്ന് മുതൽ വക്കീൽ ഇടപെടണ. എന്ത് പറഞ്ഞാ ജാമ്യം നിഷേധിക്കുന്നപ്പോ? അത് എന്ത് പറഞ്ഞാൽ എനിക്കും അറിയില്ല. വക്കീൽ എന്താ പറഞ്ഞ അതിനെ കുറിച്ച്? ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്ത് കേസാ ചാർജ് ചെയ്തിരിക്കുന്നത്? കൊലപാതക ശ്രമമൊക്കെ ഉണ്ടോ? മദ്യപിച്ച്? അങ്ങനെയില്ല, കൊല്ലാനുള്ള ശ്രമിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഈ സംഭവം വന്നത്. അല്ല മജിസ്ട്രേറ്റ് ചോദിച്ചില്ലേ? അപ്പൊ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് SI ഞാൻ ചോദിച്ചു. SI ആലപ്പുഴയുള്ള SI ഞാൻ അന്നേരം ചോദിച്ചു സാറേ ഞാൻ എന്നത്തിനാ ഇത് അജു പരാതി ഒന്നും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തായിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതിനെ കൊണ്ടുപോണത്. അറിയാം അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നല്ലേ? എല്ലാവർക്കും അറിയാം, അജുനും അറിയാം. അത് കഴിഞ്ഞ് അജു കേസുമായിട്ട് അജുവിന്റെ പേർക്ക് ഞാൻ കേസ് കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അജു എന്നെ വിളിക്കാതെ ഭയങ്കര സീറ്റിങ്ങാ ഒക്കെ ആയിരുന്നു. അപ്പൊ അജു എന്നെ വിളിക്കാൻ മത്തായിച്ചാന്നല്ലേ വിളിക്കണേ. അപ്പൊ ഞങ്ങളോ ആ ഫോണിൽ വിളിച്ച് പറയാം. അന്നേരം ഞാൻ അജുനോട് ചോദിക്കണം. ഞങ്ങൾ സീറ്റിൽ ഇരിക്കുമ്പോൾ അജുനോട് ഞാൻ ചോദിച്ചു, അജു ഞാൻ നിന്നെ വണ്ടി ഇടിച്ചോളാൻ ശ്രമിച്ച അജു നീ സത്യം പറയുന്നു പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞപ്പം കേസ് ഞാൻ പിൻവലിച്ചോളാന്നും പറഞ്ഞു. ആ. അത് ഇനി കോടതി കയറുന്നോടം വരെയും പിൻവലിച്ചോളാം. കോടതി കയറി കഴിഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞു. ആ, അജു അത് കഴിഞ്ഞ് എന്റെ നാട്ടിൽ വന്നു അന്വേഷിച്ചു എന്നെ കുറിച്ച്, എന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്താന്നൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ്, എല്ലാവർക്കും സഹായം ചെയ്യുന്നതാണ് എന്നാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അജു പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൻ കോടതി കയറി കഴിഞ്ഞപ്പോൾ എല്ലാ വിധം മാറി 11 സാക്ഷികളെ വിസ്തരിച്ചു. സാക്ഷികൾ എവിടെ നിന്ന് വന്നു? അത് അവിടെയുള്ളതൊക്കെ ഞാൻ അറിയ പോലും ഇവര് ഏർപ്പെടുത്തിയ സാക്ഷികളാണ്. അപ്പൊ ഇവര് വന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം എന്നെ വിസ്തരിച്ചപ്പോ ഞാൻ ഉള്ള കാര്യങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം. റീന ഈ അതായത് ഈ സംഭവത്തിന് ശേഷമേ ഈ ആദ്യത്തെ സംഭവത്തിന് ശേഷം അജുവായിട്ട് ലോഹിയായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഫോണിൽ സംസാരിക്കാറുണ്ട്. അല്ല, എന്നിട്ടാണോ അയാൾ ഇതിങ്ങനെ ചെയ്തത്? അത് കഴിഞ്ഞ് ലാസ്റ്റ് അവസാന നിമിഷത്തില് അജുവിനെ വിസ്തരിക്കാനായിട്ട് കോടതി കയറ്റി സമയത്ത് ഞാനും ഉണ്ടല്ലോ, അന്നേരം അജുനോട് പറഞ്ഞു, അജു കേസ് പിൻവലിക്കാൻ അഡ്വക്കേറ്റും ചോദിച്ചു. ഞാൻ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞു. കോടതി കയറി കഴിഞ്ഞപ്പോ അജു പറയണ എന്നാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ അജുവിന്റെ പേർക്ക് കൊടുത്തിരുന്ന കേസിന്റെ പേപ്പറുകളെല്ലാം എന്റെ ഡോക്യുമെന്റ് എന്റെ ഉണ്ടായിരുന്നു. അത് ഞാൻ ജോയിസ്യം വക്കീലിനെ ഏൽപ്പിച്ചു, ഇന്നമാതിരിയാണ് സംഭവങ്ങൾ എന്ന്. സാറ് മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചു. മജിസ്ട്രേറ്റ് അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെ 11 വരെ വിസ്തരിച്ചതിന് ശേഷം എന്നെ ചോദിച്ചപ്പോൾ ഞാനുള്ള സത്യാവസ്ഥ എല്ലാം പറഞ്ഞു. ഞാൻ തികച്ചും നിരപരാധിയാണ്, ഇങ്ങനെ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? പറഞ്ഞു. അത് കാരണമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വിധി വന്നത്. കേസിൽ നിന്ന് ഞാൻ ജയിച്ചു. പക്ഷേ ഇത് 9 കൊല്ലം പോയില്ലേ? 9 വർഷം പോയി. അപ്പൊ ഈ കേസ് 9 കൊല്ലം കേസ് പറയേണ്ടി വന്നു. ഒത്തിരി കാശും പോയി കാണുമല്ലോ? നല്ല പൈസയും പോയിട്ടുണ്ട്. എത്ര ലക്ഷം പോയി കാണുമല്ലോ? ഏകദേശം 8 ലക്ഷം രൂപ എടുത്തു. 8 ലക്ഷം രൂപ ചെലവായി. അപ്പൊ ഈ 35 ദിവസം കഴിഞ്ഞ മറ്റേ എങ്ങനെയാ ജാമ്യം കിട്ടിയത്? ജാമ്യത്തില് 35 ദിവസം ജയിലിൽ കിടന്നിട്ട് ഉള്ള അനുഭവം എന്തായിരുന്നു? ജയിലിൽ കിടന്നിട്ട് അവിടെ ഉള്ളവര് ജയിലിലാ കിടന്ന്? ഇവിടെ വിയൂർ ജയിലില്, വിയൂർ സെൻട്രൽ ജയിലിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ മുറ്റുള്ളവരുണ്ട്. അപ്പൊ ഈ നാട്ടിലൊക്കെ അറിഞ്ഞപ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്തു? കാര്യം നാട്ടില് എന്നെ അറിയാവുന്നവർക്കറിയാം. പിന്നെ ചില മനുഷ്യരിങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു ഇതായിട്ട് നോക്കുന്നുണ്ട്. പേപ്പറിൽ പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോസ് എഴുതാൻ വന്നപ്പോ അമ്മ എങ്ങനെ വാർത്ത വന്നത്? പോലീസുകാരനെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം അങ്ങനെയാണോ? അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ അമ്മേനെ വേറെ ആൾ കാണിച്ചത് അമ്മ അപ്പൊ തന്നെ തലറിഞ്ഞ് വീണു. അമ്മ തലറിഞ്ഞ് വീണു. വാർത്ത അറിഞ്ഞോണ്ട് ജയിലിലായെന്നറിഞ്ഞപ്പോ ജയിലിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് പേപ്പറിൽ വന്നപ്പോ. അമ്മ അറിഞ്ഞില്ലായിരുന്നു? ഇല്ല, അമ്മേനെ അറിയിച്ചില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ജാമ്യം കിട്ടുമെന്നുള്ള കണ്ടീഷനിലെ ഞങ്ങൾ ഇങ്ങനെ. അപ്പൊ ഞാൻ കൂട്ടുകാരുടെ വീട്ടിലായിരിക്കും എന്ന് ഓർത്താണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ ഈ സംഭവം എന്താന്ന് അമ്മയ്ക്കും അറിയില്ലായിരുന്നു. അപ്പൊ അമ്മയ്ക്കും ഭയങ്കര ഇതായിപ്പോയി. അന്നേരം പച്ചക്കറിക്കടയായിരുന്നു എനിക്ക്. അപ്പൊ കടയിൽ സഹായത്തിന് ഞാനുള്ളൂ, വേറെ ആരുമില്ല. അല്ല, എന്നിട്ടും അമ്മ പോയി ഇച്ചിരി കുറച്ച് സാധനം കൊണ്ടുവന്ന് അടച്ചിടാൻ പോയില്ല. അമ്മ ചെയ്യും. അമ്മ ചെയ്യുമായിരുന്നു. പിന്നെ എന്റെ സുഹൃത്തുക്കളൊന്ന് സഹായിക്കുമായിരുന്നു. ചുരുക്കം പറയാൻ ഈ 2-3 ആഴ്ചയായുള്ളൂ ഈ കേസിൽ നിന്ന് പുറത്തു വന്നിട്ട്. പിന്നെ ഈ അജുവിനെ കണ്ടോ? ഇല്ല. ഇല്ല. ഈ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ വിധി വന്നപ്പോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശം ഉണ്ടോ? നിരപരാധി കുടുക്കി എന്നും കാണാൻ പരാമർശം ഉണ്ടോ അതിനകത്ത്? ഇല്ല, ഇങ്ങനെ പേപ്പറിൽ കൂടെ കണ്ടു. ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നു അല്ലേ? പേപ്പറിലൊക്കെ വന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നിരപരാധിയാണെന്ന് കോടതി തെളിയിക്കാൻ പറ്റിയോ? തെളിയിക്കാൻ പറ്റി. അല്ല, അവർക്ക് നിങ്ങളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തെളിയിക്കാൻ പറ്റിയില്ല. ഞാൻ മദ്യപിച്ചതും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, മുൻവൈരാഗ്യം ഉണ്ടെന്നുള്ളതും തെളിഞ്ഞു അല്ലേ? അപ്പൊ ഈ കള്ളക്കേസ് സാക്ഷി പറയാൻ വന്ന ആ ചേട്ടന്മാരുടെ അവസ്ഥ എന്തുവാ? അതൊന്നും എനിക്കറിയില്ല. അവരെ അറിയില്ല ഞാൻ. ഇല്ല, അവരെ പരിചയമില്ല. പിന്നെ അവരെ കണ്ടിട്ടില്ല. എന്നാ കോടതിയിൽ വെച്ച് കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ലല്ലോ? പോയിട്ടില്ല. 35 ദിവസം കിടന്നതിനും 9 കൊല്ലം കേസ് പറയേണ്ടി വന്നതിനും ഒരു നഷ്ടപരിഹാരം വേണ്ടേ? നഷ്ടപരിഹാരത്തിന് വേണ്ടി എന്തോ പേപ്പർ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞേ അത് കഴിയുമ്പോ കൊടുക്കാന്ന് സാറ് പറഞ്ഞേക്കണേ, ജോസിമ്മക്കയില് പറഞ്ഞേക്കണേ. അതുപോലെ മനുഷ്യാവകാശ ലംഘനം ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുക്കണ്ടേ? മനുഷ്യാവകാശ കമ്മീഷൻ കേസായിട്ട് എടുത്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ എടുത്തു കഴിഞ്ഞു. അതെന്നാ എടുത്തത്? അത് ഒരാഴ്ചയുള്ളൂ പേപ്പറിൽ വന്നിട്ട്. അപ്പൊ കേസെടുത്തു. അല്ല, അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതമല്ലേ ഇത്രയും കൊല്ലം പോയത്, ഇതിന് ആർക്കും നഷ്ടപരിഹാരം തരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ വാങ്ങിക്കണത് എന്തായാലും താങ്കൾ പോരാടിയ ആളാണ്. അല്ല സാർ, ഞാൻ എല്ലായിടത്തും പോരാടി തന്നെ ഞാൻ ജയിച്ചേക്കണ. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എന്റെ കടയൊക്കെ കത്തിച്ചപ്പോൾ സമയത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോരാടി ആ നാട്ടിൽ നിന്നതാ. ഇനിയും പോരാടണം. അപ്പൊ ഈ വിയൂർ സെൻട്രൽ ജയിലിലെ ആദ്യ ദിവസം എങ്ങനെയായിരുന്നു? ആദ്യ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു 7 മണി കഴിഞ്ഞു. നമുക്കിതൊന്നും അറിയില്ല. അവിടെ ചെന്നപ്പോ ഒരു പായും തന്നു, ഒരു ഗ്ലാസും തന്നു, ഒരു പ്ലേറ്റും ഒരു മൊന്തയും തന്നു. ഇത് തന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് പറയാൻ പാടില്ല. അവിടെ ചോദിക്കാനും പറ്റില്ല. അവിടെ ചോദിക്കാൻ വെച്ചാൽ നമുക്ക് അങ്ങനെ ഇതല്ലോ, എല്ലാവരും ഇങ്ങനെ നോക്കണ്ട നമ്മുടെ നേരം, നമുക്കറിയില്ല എന്താ ഇതൊന്നും. അപ്പൊ ഞാനത് കഴിഞ്ഞപ്പോ ഞാനൊരു മൂലയ്ക്ക് പോയി ഇരുന്നു.
പല്ല് തേക്കാനുള്ള ബ്രഷും ഇതൊക്കെ പിറ്റേ ദിവസം വന്നപ്പോഴാണ് കൊണ്ടുവന്ന്. അപ്പൊ അവിടെ നിന്ന് പേസ്റ്റൊക്കെ തന്നു. എന്നിട്ട് എനിക്കറിയാൻ പാടില്ല എന്താ ആയിരുന്നു. അവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നവർ തന്നെയാണ് വീണ്ടും വന്നത്. അവിടെ അവര് വീണ്ടും വരും. ഉല്ലാസയാത്രയ്ക്ക് വന്നവരെയാണ് അവര് വന്ന കണ്ടീഷൻ. നമ്മള് അപ്പൊ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ 2 ആഴ്ചക്ക് മാനസികമായിട്ട് ഞാൻ തകർന്നു പോയായിരുന്നു. പിന്നെയാണ് ഭക്ഷണം. നല്ല ധൈര്യശാലിയാ. പക്ഷെ അവിടെ ചെന്ന് ധൈര്യം പോയി. അവിടുത്തെ നമ്മള് 5 ലക്ഷം രൂപ ഞാൻ പെരമണത് കടന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. സഹായിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വേറെ ആരും ഇല്ല. അമ്മയ്ക്ക് ഞാനേ ഉള്ളൂ. ആങ്ങളെയുണ്ട്, ചേച്ചി ഉണ്ട്. അവർക്ക് വേറെയാ. അമ്മ എന്റെ കൂടെയാ. നമ്മളേ ഉള്ളൂ. നമ്മളേ ഉള്ളൂ. 2004 അമ്മ എന്റെ കൂടെ പോന്നാ. വാടക കിട്ടിയിട്ട് വന്നപ്പോ പോന്നാണ്. പിന്നെ അമ്മങ്ങും പോയിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കേസ് നടക്കുന്ന സമയത്ത് ഞാൻ ജയിലിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നു? താങ്കൾ ഈ കുറ്റം ചെയ്തിട്ടില്ല. അവിടെയുള്ള പോലീസുകാർക്കും അറിയായിരുന്നു, വനിതാ പോലീസ് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവർക്കും അവർക്ക് അതനുസരിച്ച് അവരെല്ലാം എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നതും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പിന്നെ അവിടെ വന്ന് ഈ പോലീസുകാരന് വേണ്ടി എല്ലാരും ഉണ്ടായിരുന്ന അല്ലേ? ആ പോലീസുകാരന് വേണ്ടി അവർക്ക് കൊടുത്ത പണിഷ്മെന്റിന് വേണ്ടി ഇതിനകത്ത് ആ നിഷ പിന്നിലോ അങ്ങനെ വന്ന് ഇടപെട്ടോ? നിഷേനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അവർ ജോലി മതിയാക്കി പോയതാണോ? ജോലി മതിയാക്കി പോയല്ല. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ആളില്ല. പിന്നീട് അജുനോട് ചോദിച്ചു പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു ആളെന്ന് പറഞ്ഞു. പോലീസ് അതോറിറ്റിയിൽ വിളിച്ചു ചെന്നപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. ശരി. അവർ രംഗത്തേക്ക് വന്നില്ല. പിന്നെ കണ്ടിട്ടുമില്ല. ഈ ആദ്യത്തെ ദിവസം നമുക്ക് ജയിലിൽ പാടായി. അടുത്ത ദിവസം ജയിലുമായിട്ട് പൊരുത്തപ്പെട്ടോ? അടുത്ത ദിവസം ഓരോ 2 ആഴ്ച കഴിഞ്ഞ് പൊരുത്തപ്പെടാനായിട്ട്. ഭക്ഷണമൊക്കെ ഇഷ്ടംമാരുണ്ട്. കഴിക്കുന്നവർക്ക് കഴിക്കാം. പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ അന്വേഷിച്ചു വന്നോ? ചേച്ചിയുടെ മോനും ആങ്ങളെയും പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന അജു എന്ന് പറഞ്ഞ പയ്യൻ, ഞാൻ കൂടെ 2 പേരെ ജാമ്യക്കാരും കൂടെ ആയിട്ട് വന്നായിരുന്നു. ഫസ്റ്റിൽ തന്നെ ജാമ്യം എടുക്കാനായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ജാമ്യം കിട്ടിയില്ലല്ലോ. ഇല്ല, അന്ന് ജാമ്യം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞാണ് അമ്മ കോടതിയിൽ എന്നാ ഹാജരാക്കിയത്? 14 ദിവസം കഴിയുമ്പോ 14 ദിവസം റിമാൻഡിലായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. അപ്പോഴും ജാമ്യം കിട്ടിയില്ല. അന്നേരം ജാമ്യം കിട്ടിയില്ല. പിന്നെയും ഒന്നുകൂടെ പോയി അല്ലേ? എത്ര ദിവസം കൂടെ? 35 ദിവസം. എല്ലാം കൂടെ 35 ദിവസം. ജാമ്യം കിട്ടത്തില്ല തന്നെ വിചാരിച്ചോ? ഇല്ല, ജാമ്യം കിട്ടുന്നുള്ളത് അറിയാം. പക്ഷെ നമുക്ക് എന്താ ഇത് സംഭവിച്ചതല്ല. ഫസ്റ്റിൽ തന്നെ അവിടെ കോടതിയിട്ട് കൊണ്ടുവരുമ്പോൾ 14 ദിവസത്തെ ഇതിനെ കൊണ്ടുവരുമ്പോഴും എന്നോട് വന്ന മാഡം പറഞ്ഞു, പ്രിയ മാഡം എന്നോട് പറഞ്ഞു ഇന്ന് ജാമ്യം കിട്ടും, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അവരും പറഞ്ഞു നമ്മള് തെറ്റ് ചെയ്തില്ല അങ്ങനെ. പക്ഷെ എന്താ ജാമ്യം കിട്ടാത്തത് എനിക്ക് പറയാൻ പാടില്ല. അവരുടെ വക്കീലാരായിരുന്നു? പ്രോസിക്യൂഷൻ ആയിരുന്നു. ഓക്കെ. നമ്മുടെ വക്കീല് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് ജോസ് വക്കീലും കാര്യങ്ങൾ പറഞ്ഞു. ശരി. ഓക്കെ. ഇന്നിപ്പോ ആരാ കൂടെ വന്നിരിക്കുന്ന? ആരൊക്കെയാ ചോദിച്ചില്ലേ? എന്താ പേര്? മോന്റെ പേരെന്താ? എൽദോ. എന്റെ എൽദോ. റെജീന മോള്. റെജീന മോള്. താങ്കളോ? എന്റെ പേര് അമിത. അമിത നൈബറാണോ? കാര്യങ്ങളൊക്കെ അറിയാമോ ചേച്ചിയുടെ? അറിയാം പണ്ട് തൊട്ടേ. പക്ഷെ അടുത്തറിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായോ. എത്ര കാലം കൊണ്ട് അറിയാം? എന്റെ ചെറുപ്പം തൊട്ടേ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പം ചേച്ചി ഓട്ടോറിക്ഷ ഓടിച്ചു പോവാറുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ജയിലിൽ കിടന്ന കാര്യം അറിയാമോ? അത് ഈ റീസെന്റ് ഇപ്പോഴാണ് അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ. ആരും അറിഞ്ഞിട്ടില്ല. വിചാരിച്ചോലും പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു ലോകം മൊത്തം അറിഞ്ഞു കാണുമെന്ന്. കാര്യം 35 ദിവസം ഒരു നിരപരാധിയായ ഒരു സ്ത്രീ ജയിലിൽ കിടക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞാലേ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ പരാജയപ്പെടുക പാടില്ലല്ലോ. പിന്നെ അതിൽ നിന്ന് തലയൂരാൻ 9 കൊല്ലം എടുത്തെന്ന് പറഞ്ഞാൽ പിന്നീട് നിയമവ്യവസ്ഥ നമ്മളെ പരിഹസിക്കുന്നില്ലയോ? കാര്യം നമുക്ക് നിയമത്തിന്റെ മുമ്പ് എല്ലാവരും തുല്യരാണെന്ന് നമ്മൾ നാഴിക്ക് 40 വട്ടം പറയുന്ന ജനമാ അല്ലേ? അതെ. പക്ഷെ നമ്മള് പാവങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ ക്രൂശിക്കുന്നത്. നിരപരാധി ക്രൂശിക്കപ്പെടാൻ പാടില്ലെന്നാണോ നിയമവ്യവസ്ഥയെ പറയുന്നത്? എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു, ദൈവത്തിനെ കണ്ട് കഴിഞ്ഞു. അല്ലെ ഇത്രയും പൈസയും ചിലവായില്ലയോ? അത്രയും കടവായില്ലയോ ജീവിതത്തില്? എന്റെ അമ്മയുടെ 5 പവന്റെ മാല വിറ്റിട്ടാ. 5 പവന്റെ മാല വിറ്റ് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്നു അല്ലേ? അല്ലാത്ത സങ്കടകരമായ കാര്യമാണ്. ഇപ്പൊ ഇതിന് കടയെല്ലാം പൂട്ടിയോ? ഇല്ല, കട പൂട്ടിയില്ലായിരുന്നു. അമ്മ പയ്യ കട ഓടിക്കായിരുന്നു. പിന്നെ എല്ലാം കാര്യം ആ റോഡിൽ കിടന്ന 2 കുട്ടികളെ അല്ലേ, ചോര വാർന്നു കിടന്ന 2 പിള്ളേരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാണ് നമ്മൾ വീട്ടിലായത്. ഇനിയിപ്പോ 2 പേര് ഇതേപോലെ വേറൊരു സ്ഥലത്ത് റോഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുക. നമ്മുടെ നാട്ടിൽ അതൊക്കെ വളരെ സാധാരണ സംഭവമാണല്ലോ. ഇപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുക എന്ന് പറയുന്നത് റോഡില് രാവിലെ പോലെ ഉണ്ടല്ലോ പരിപാടി. അങ്ങനെ കിടന്നാൽ വണ്ടി ഇരട്ടി സ്പീഡിൽ ഓടിച്ചു പോകും. അതോ അവിടെ നിർത്തി വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോകും. നമുക്കൊരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. നമ്മൾ അതിൽ പേടിക്കുന്നില്ല. ഇല്ല. ജയിലിൽ കിടന്ന കുറച്ചുകൂടെ കരുത്തുറ്റയായോ? അവിടെ ചെന്ന് കഴിയുമ്പോ സംഭവം എന്താന്ന് സംഭവം എന്താന്ന് മനസ്സിലായി. എന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ. അപ്പൊ നമുക്ക് ഇന്ന് മത്സരിക്കണ്ടേ നമുക്ക്? അപ്പൊ എന്തായാലും താങ്കള് തീരുമാനിച്ചിട്ടുണ്ട് റോഡിൽ ഇനി കിടന്നാലും ആളുകളെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതിലൊന്നും ഒരു മാറ്റമില്ല. അല്ലേ? നിങ്ങളുടെ വീടിനടുത്തല്ലേ കടമറ്റത്ത് അച്ഛൻ ഉണ്ടായിരുന്നു? കടമറ്റത്ത് കത്തനാര്? അതെ.
അച്ഛന്റെ അതേപോലുള്ള ഒരു മാനസികാവസ്ഥയാണല്ലോ ആ. അല്ലേ? അപ്പൊ നമുക്ക് ഈ മത്സരിക്കുന്നത് എങ്ങനെയാ? ഈ പരിപാടി വല്ലതും കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ല. ഈയിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഒന്നും സമയമില്ല. കടയില് വലിയ തിരക്കാ. കടയിൽ രാവിലെ മാർക്കറ്റിൽ പോകണം. എത്ര മണിക്ക് തുറക്കും കട? ഒരു 6:30 7 മണിയാകുമ്പത്തേക്കും തുറക്കും. ആ, ഷട്ടർ ഇടുന്ന എപ്പോഴാ? 6:30 വൈകിട്ട് ഷട്ടർ 6:30 ഇടും. ഷട്ടർ ഉണ്ടാകും റോഡ് സൈഡിലാണ്. ഷട്ടർ ഇടേണ്ട കാര്യമില്ല, ഷട്ടർ ഇല്ല. റോഡ് സൈഡിലെ കടയല്ലേ? കരിക്ക്, ചക്ക, മാമ്പഴം, നാരങ്ങ വെള്ളം, സർവത്തുണ്ടോ? സർവത്തുണ്ട്. കുലുക്കുന്ന സർവത്താണോ? അല്ല, കുലുക്കണ്ട. ആ കടയുടെ സ്ഥലം കൂടെ പറഞ്ഞാ ഒരു പരസ്യമായി. നാളെ പോലെ ആൾക്കാരെല്ലാം തള്ളി കയറും. ആ കൃത്യ സ്ഥലം പറഞ്ഞേ. ആ കറക്റ്റ് പറയുന്ന പെരുമഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പെരുമൊഴിയില് പാലത്തിന് ഇപ്പറേ. പാലത്തിന് ഇക്കരെ നിൽക്കുമ്പോ ഇടതുവശത്തോ വലതുവശത്തോ? ഇവിടെ നിന്ന് പോകുമ്പോൾ കൊച്ചിന്ന് പോകുമ്പോ വലത് സൈഡില്. കൊച്ചിന്ന് പോകുമ്പോ വലത് സൈഡിൽ പെരുവാമൂഴിയില് ഈ കടയുണ്ട്. കടയ്ക്ക് ബോർഡ് വല്ലതും ഉണ്ടോ? ഇല്ല, ബോർഡില്ലാത്ത കട. അപ്പൊ റീന മത്തായി, റീന ചേച്ചിയുടെ കട എന്നാണോ പറയാ അറിയപ്പെടുന്നത്? എന്തുവാ? റീന സോണിമോൻ. എന്റെ വണ്ടിയുടെ പേര് സോണിമോൻ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും റീനാമ്മ എന്ന് വിളിക്കണേ. റീനാമ്മ. അപ്പൊ റീനാമ്മയുടെ കട ഫേമസ് ആയി. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, ഒരൊറ്റ പോക്കായിരിക്കും കേട്ടോ. അപ്പൊ ആ 8 ലക്ഷം ചെലവായില്ലേ കേസിന്, അത് തിരിച്ചു പിടിക്കണ്ടേ? അതിനുവേണ്ടിയാ ഞാൻ പറഞ്ഞു ഈ കടയ്ക്കൊരു പരസ്യം ആയിക്കോട്ടെ. നമ്മുടെ കാശ് കുറച്ച് പോയി, എന്നാലും പരസ്യം കിട്ടി. ഇത് കിട്ടിയില്ല, മോശം കിട്ടിയില്ല സാറേ. മോശം കിട്ടിയല്ലേ, അത് വലിയ കാര്യമാ. മോശം കിട്ടാനല്ലേ പാട്. അപ്പൊ നമുക്ക് എങ്ങനെയാ മത്സരിക്കുന്നത്? നമുക്ക് 10 ചോദ്യങ്ങൾ വഴി വേണമെങ്കിൽ 1 കോടി രൂപയാ അവിടുത്തെ മത്സരത്തുക. അതുവല്ല അറിഞ്ഞായിരുന്നോ? കേട്ടായിരുന്നു. പൈസ എത്ര അത്യാവശ്യം ഉണ്ടോ ഇപ്പൊ? ഇല്ല, ഞാൻ ഇന്നും പൈസക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് കഴിഞ്ഞ സഹായം ഞാൻ ആർക്കും ചെയ്തു കൊടുക്കും. എന്റെ നാട്ടില് കാശ് വിഷയമല്ല, നമുക്ക് പണം ഇന്ന് വരും നാളെ പോകും. സ്നേഹം എന്താണ് വലുത്. പക്ഷെ ഇത് ഞാൻ സ്നേഹിക്കുന്നതോറും ആൾക്കാർ എന്നെ ചോദിച്ചോണ്ട് പോവുക. അല്ല, നിങ്ങൾക്ക് ഇത്രയും നല്ല മനസ്സുണ്ടായിട്ടും നിങ്ങളോട് ഒരാളും അനുകമ്പ കാണിച്ചില്ലല്ലോ. ഇല്ല, എന്റെ വിഷമം. പൈസ മേടിച്ചോണ്ട് വരും, എന്റെ കയ്യിൽ നിന്നല്ല, വേറെ ആൾ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കൊടുത്താൽ പോലും എനിക്ക് തിരിച്ചു തരില്ല. പിന്നെ കാശ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ രകളയായി. പിന്നെ നമുക്കില്ലാത്ത പേര്, ചീത്ത പേരില്ല. നമ്മുടെ ഈ ഗുണ്ടായുസം കൊണ്ടാണോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഗുണ്ടായുസം ഞാൻ നേരമൊക്കെ വർത്താനം പറഞ്ഞ് മാന്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തല്ലു കൊടുക്കും. അതുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് കുറച്ചാലോ? അത് കുറയ്ക്കാൻ ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടാൻ പോകണില്ലപ്പ. എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അതാ കളി. കേട്ടോ, 10ാം ക്ലാസ് വരെ പഠിച്ചല്ലോ. പാസ്സായോ ഇല്ലയോ? ഇല്ല. എന്താ പാസ്സാവാഞ്ഞ്? ഇനി ഒന്നുകൂടെ എഴുതിയാലോ? ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇനിയും പറ്റില്ല, വാർത്തയാകുന്നേ. വേണ്ട സാർ, കണ്ണു പോലും പിടിക്കണല്ലോ ഷുഗർ കാരണം. ഷുഗർ കൂടുതലാണോ? എന്റെ പൊന്നെ, അത് ഈ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇല്ലാത്ത കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് കൈ കാണിക്കും. ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ കുട്ടേട്ടെ പരിചയപ്പെടണ്ടേ? കുട്ടേട്ടൻ ഇതുപോലുള്ള ഒരു സ്വഭാവക്കാരനാട്ടോ, നന്മയെ ചെയ്യൂ. കുട്ടേട്ടാ. യെസ് ബോസ്. നമസ്കാരം റീന മത്തായി, താങ്കൾക്ക് സുഖം തന്നെയല്ലേ? അതെ. നന്നായി മത്സരിക്കണം. എല്ലാ സഹായത്തിനും കുട്ടേട്ടനും കൂടെ ഉണ്ടാകും. പിന്നെ താങ്കളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ കുട്ടേട്ടൻ ഓർമ്മയിലുണ്ട്. താങ്കൾക്ക് ഒരു കല്യാണാലോചന വന്ന് താങ്കൾ എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത്? അയ്യോ, അങ്ങനെ സംഭവം ഉണ്ടായോ? ഇങ്ങോട്ട് നോക്കി. എന്നായിരുന്നു അത്? അത് നേരത്തെ ചെറുപ്പത്തിലെ കല്യാണം വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ, ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ലയോ? ഞാനൊരാളെ സ്നേഹിച്ചത് ഫ്രണ്ടായിട്ടാ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അയാളെ വിവാഹം കഴിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ തെറ്റിദ്ധരിച്ചു. അയാൾ പ്രണയം വീട്ടിൽ വന്ന് കയറിയോ? വീട്ടിൽ വന്ന് അങ്ങനെ ഒരു കരക്കമ്പിയോടെ പ്രചരിക്കാൻ കാര്യം എന്തുവാ? അത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ല, നമ്മൾ പൊതുവെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഈ കല്യാണത്തോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അയാളെ ഇഷ്ടപ്പെടാൻ അതുകൊണ്ടാണോ? എനിക്ക് അയാളോട് നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അയാളെ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല. അയാൾ പിന്നെ കെട്ടി രക്ഷപ്പെട്ടോ? 2 പിള്ളേരും ഉണ്ട്. ഭാഗ്യം അല്ലേ? ഇത് വല്ലതും പ്രശ്നമായി അല്ലേ? ഓക്കെ, പിന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചില്ല? ഇല്ല. കുട്ടേട്ടൻ അതാ വിഷമം. കുട്ടേട്ടൻ എന്ന് വെച്ചാൽ എല്ലാവരും കല്യാണം കഴിക്കണം, എല്ലാവരും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിച്ചാലേ സന്തോഷം കിട്ടുമെന്നാണ് കുട്ടേട്ടൻ പറയുന്നത്. റീന ചേച്ചിയുടെ അനുഭവം എന്തുവാ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, നമുക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ അഭിപ്രായം ഇല്ല. അല്ല, ഇനിയിപ്പോ ആ ഒരു ശ്രമം ഇല്ലല്ലോ. ഇല്ല, ജീവിതത്തിൽ കല്യാണം കഴിക്കാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മത്സരത്തിലേക്ക് മടങ്ങി വന്നാൽ 10 ചോദ്യങ്ങൾ വഴി പോകുന്നോ 20 ചോദ്യങ്ങൾ വഴി പോകുന്നോ? 20 ചോദ്യങ്ങൾ വഴി ആണല്ലേ? അപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എന്തിന് ടെൻഷൻ അല്ലേ? കിട്ടുന്നത് നമുക്ക് അല്ലേ? പറയൂ കുട്ടി, കാര്യം കൂടി ചോദിച്ചോളൂ. റീന മത്തായി, താങ്കൾ കല്യാണം വേണ്ടെന്ന് വെച്ചു, പക്ഷേ ആ കല്യാണം ആലോചിച്ചു വന്ന ആളെ താങ്കൾ ഒരിക്കൽ രക്ഷപ്പെടുത്താൻ പോയി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ? അങ്ങനെ ഉണ്ടായോ? ഉണ്ടായി. അയാളെ വേറെ ആൾക്കാര് തല്ലി അടി പിടിച്ചു. അടിച്ച് തറയിലിട്ടോ? ഷട്ടറിലേക്ക് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇടിക്കുക ചെയ്തേ. അയ്യോ, അപ്പൊ എന്റെ കാര്യം എന്തിനാ?
അവരെന്ത് പഠിക്കുവാണോ ആൾക്കാർ? അല്ല, അവരെന്തോ പ്രശ്നം വാക്കുതർക്കം എന്തോ ഉണ്ടായതിന്റെ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ കൂട്ടുകാരൻ അന്നേരം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയം. അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നമാരിയാന്ന് പറഞ്ഞു. ഇടിച്ചോണ്ടിരിക്കുന്നു. ചില സിനിമയിലൊക്കെ മോഹൻലാലിനെ വിളിക്കുന്നു. അപ്പൊ എന്നോട് അവൻ വന്നിട്ട് ഓടി വന്നു പറഞ്ഞു, നീ വന്നിട്ട് ഒരു കാര്യമുണ്ട്, അവനിങ്ങനെ തല്ലുവന്നു പറഞ്ഞു. അപ്പൊ ഈ ഇടിക്കുന്നൊരു 5 പേരുണ്ടോ? 2 പേരുണ്ട്. അപ്പൊ അവന്റെ ഓട്ടോറിക്ഷ കയറി ഞാൻ നേരെ കോലഞ്ചേരിക്ക് ചെന്നു. കോലഞ്ചേരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ സ്പോട്ടിലെത്തി കഴിഞ്ഞപ്പോ നമ്മൾ ഈ ആയുധമായിട്ടാണോ പോകുന്നത് സ്ഥലത്തേക്ക്? ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നു, ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ഇങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ ഇവന് ഇടിക്കുക. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, ഇടി നീ ഒരു പണി ചെയ്യുക, നീ അതിന്റെ ഇടയ്ക്കടെ പോയിട്ട് അവനെ വട്ടമായിട്ടും കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാരനെ. എന്നിട്ട് ഞാൻ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് അവരുടെ ഇടയ്ക്കടെ കഴിഞ്ഞിട്ട് അവനെ വട്ടമായിട്ട് കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞപ്പോ അല്ല, ഇത് ഈ പ്രസ്തുത പുരുഷനെ കെട്ടിയങ്ങ് വരിഞ്ഞു പിടിച്ചോളാം ആരാ പറഞ്ഞത്? നമ്മുടെ കൂടുതലൊന്നും അതാണ് ആയുധം. അപ്പൊ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവൻ ബാക്കിക്കിടെ വന്ന് വട്ടം കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടക്കായി പോയില്ല, ഞങ്ങൾ ഇടിക്കാൻ പറ്റൂല്ലോ. ഞങ്ങൾ അവനെ എടുത്ത്. അല്ല, നിങ്ങളെ ഇടിച്ചുകൂടാന്നില്ലല്ലോ. ഇടിച്ച അങ്ങനെ വകഭേദമല്ലോ. അല്ല, ഞാൻ പെണ്ണല്ലേ. അപ്പൊ അത് കാരണം ഞങ്ങൾ രണ്ടുപേരും വട്ടവനെ വട്ടോട്ട് പിടിച്ചപ്പോഴേ മറ്റൊരു മാറിയിരുന്നു. ഞാനും കൂടെ അപ്പൊ അത് കഴിഞ്ഞപ്പോ അപ്പൊ ഈ റീന ചേച്ചിയുടെ പ്രതാപമൊക്കെ അറിയാവുന്നവരാണോ ഇടിച്ചോണ്ടിരുന്നവര്? അതൊക്കെ അറിയാം. കോലഞ്ചേരിയിൽ നമ്മൾ ഫേമസാ. ഈ കടമറ്റത്ത് കുറെ ദൂരമല്ലേ കോലഞ്ചേരിക്ക്? 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ഉള്ളിലൊക്കെ അറിയപ്പെടും അല്ലേ? അല്ല, എറണാകുളം ഡിസ്ട്രിക്റ്റിലല്ല, 8/4 ഭാഗത്തും അറിയാം. പെരുമഴി റീന എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പെരുമഴി റീന ചേച്ചിയുടെ വീടൊന്ന് അന്വേഷിക്കും. തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ഞങ്ങള് വണ്ടി കയറ്റി ഇവനെ കഴിക്കൊണ്ട് പോരുകയും ചെയ്തു. നമ്മളവിടെ ഇടി കിട്ടിയത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യം. ഇവനോട് ചോദിച്ചില്ലേ എന്താ അങ്ങോട്ട് പോയി ഇടി കൊള്ളേണ്ട? അവന്റെ കയ്യിൽ ഞങ്ങൾക്കറിയാലോ. അതറിയാലേ? അറിയാം. അപ്പൊ അവന്റെ ചെവി പറയണ്ടായിരുന്നു, നിന്നെ എന്തുകൊണ്ട് കെട്ടിയില്ലെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അവൻ എന്തുകൊണ്ട് നേരെയാവൂല. ഇപ്പഴും ജീവനോടുണ്ടോ? പാവം വീട്ടിൽ ഇതൊക്കെ കാണുവാണെങ്കിലേ പുള്ളിക്ക് എന്തൊരു സങ്കടമാവെന്നറിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മത്സരിക്കണ്ടേ? പൈസ വേണ്ടേ? അപ്പൊ പൈസ വേണ്ട. ഈ സ്റ്റേജിൽ ഇവിടെ വേദിയിൽ വരാൻ പറ്റിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. പണത്തിന് വേണ്ടിയല്ല വന്നത്. അല്ലല്ലേ? പണക്കൊതിയൊന്നുമില്ല. പണക്കൊതിയില്ല. ഇല്ല, വളരെ സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ആ പണക്കൊതി ഇല്ലെന്നറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ വലിയ ദുഃഖിതനാ. കാര്യം, ഒരു സ്ത്രീയെ ഒരു കാര്യമില്ലാതെ 35 ദിവസം ജയിലിലിടുക, 9 കൊല്ലം അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരിക അവർക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ. അതൊന്നും ഈ നാട്ടിൽ നടപ്പാക്കാൻ പാടില്ല, നടക്കാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം, അതിന്റെ കോമ്പൻസേഷൻ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് വിശ്രമിച്ചാൽ മതി. എന്നാലും നമുക്ക് കൂടുതൽ പണിയൊന്നുമില്ലല്ലോ ജീവിതത്തിൽ. ഇല്ലല്ലോ, ഇതിന് ഇത്തിരി സമയം ചെലവഴിക്കാമല്ലോ. അപ്പൊ നമ്മള് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നല്ല ഐശ്വര്യമായിട്ട് 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇസ്രയേൽ അധീനതയിലുള്ള ഏത് പ്രദേശത്താണ് യേശുക്രിസ്തുവിന്റെ ജനനം? ഓപ്ഷൻ എ ഗസ, ഓപ്ഷൻ ബി ബെത്ലഹേം, ഓപ്ഷൻ സി നസറത്ത്, ഓപ്ഷൻ ഡി ബെയ്റൂട്ട്. യേശു ജനിച്ചത് എവിടെയാണെന്നുള്ളത്? ബെത്ലഹേമിലെ പുൽക്കുട്ടി തന്നെ ജനിച്ചത് ഉറപ്പാണല്ലോ. പൂട്ടട്ടെ ഞാൻ. ഓപ്ഷൻ ബി ബെത്ലഹേം. ഒരു ക്രിസ്ത്യാനിക്ക് അത് പറയാൻ പറ്റില്ല, പിന്നെ എന്താ പറയാൻ പറ്റും അല്ലേ? ഓപ്ഷൻ ബി ബെത്ലഹേം. ഉത്തരം ശരിയാണ്. 10,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ അല്ലേ? ഒരു ദിവസമൊക്കെ നമ്മുടെ ഈ കടയിൽ ഇരുന്നാല് എത്ര പൈസയൊക്കെ വിൽപ്പന നടക്കും? ഇപ്പൊക്കെ കച്ചവടം കുറവാണ്. ഏറ്റവും കുറവുള്ള ദിവസം എത്ര നടക്കും? 1500 വരെ. ഏറ്റവും കൂടുതലുള്ള ദിവസം? ഏറ്റവും കൂടുതലുള്ള ഈ പ്രാവശ്യം ഒരു 12 രൂപ വരെ. 12 രൂപ വരെ പോയിട്ടുണ്ട്. അന്ന് എന്തോ അവിടെ ഉത്സവമായിരുന്നു, പള്ളി പെരുന്നാളായിരുന്നു. അല്ലല്ല, ചക്ക ആദ്യം നമുക്ക് ഇറങ്ങണ സമയ. ആ സമയത്ത് അതിന് കച്ചവടം ഉണ്ടാവും. ഈ നാട്ടിൽ പോയിട്ട് ഒരു പ്രചാരം കൊടുക്കണം, ഈ ചില രോഗങ്ങളൊക്കെ മാറാൻ ചക്ക ബെസ്റ്റാന്നുള്ളത് കേട്ടോ. നമ്മള് ടിവിയിലും പറഞ്ഞു ഷുഗറിന് ബെസ്റ്റ്. ചില ആൾക്കാർ ഒരു ഉറക്കെ പറഞ്ഞ ഈ അലോപ്പതി ഡോക്ടർമാരെന്നെ കൊല്ലും. മറ്റു ചില രോഗങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ചക്ക നാട്ടി നന്നായിട്ട് വിറ്റഴിച്ചോണം. ഇത് രക്ഷപ്പെട്ടോണം. ഇതുകൊണ്ട് ഇനി നമുക്ക് ഒരു പരിപാടിയിലൂടെ വരാൻ പറ്റത്തില്ല. ഒറ്റ പരിപാടി കൊണ്ട് രക്ഷപ്പെട്ടോണം. ഓക്കെ, ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ശബ്ദധാരാവലി അനുസരിച്ച് ഇനി പറയുന്നതിൽ ഏത് സമയത്തെ സൂചിപ്പിക്കാനാണ് പട്ടാപ്പകൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പ്രഭാതം, ഓപ്ഷൻ ബി നട്ടുച്ച, ഓപ്ഷൻ സി വൈകുന്നേരം, ഓപ്ഷൻ ഡി രാത്രി. നട്ടുച്ച. പൂട്ടട്ടോ ഞാൻ? പൂട്ടിയ ഇയാൾ എന്താ വെച്ചാൽ ചെയ്യൂ. ആ മുഖഭാവം അങ്ങനെ പറയുന്നത്. ഓപ്ഷൻ ബി നട്ടുച്ച. ഞാൻ പൂട്ടി. 20,000 രൂപയുടെ ചോദ്യമായിരുന്നു.
ഓപ്ഷൻ ബി നട്ടുജ. ഉത്തരം ശരിയാണ്. 20,000 രൂപ. ഇപ്പൊ നാട്ടിയിരുന്നേ നിങ്ങളുടെ ഈ കടമറ്റത്തും അതിനപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പൊ അല്ലെങ്കിൽ ഇവക്ക് ഇതും അറിയായിരുന്നു അല്ലേ എന്ന് ആലോചിക്കുന്ന ഞെട്ടി കാണും അല്ലേ? ഞാൻ ശരിക്കും ഓർമ്മ വെച്ചാൽ പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത്. ആണല്ലേ? എത്ര വയസ്സിൽ പണിയെടുത്ത് തുടങ്ങി? ഞാൻ 8 വയസ്സില് ഇഷ്ടികളത്തിൽ കട്ടയെടുക്കാൻ പോവായിരുന്നു. അന്ന് മുതൽ തുടങ്ങി പണിയെടുത്ത് തുടങ്ങിയതാ. ഓക്കെ. അത് അപ്പച്ചൻ അന്ന് സമ്മതിക്കുമായിരുന്നു ചെറിയ പ്രായത്തിലൊക്കെ ഇഷ്ടികളത്തിലൊക്കെ പോവാൻ? അപ്പച്ചൻ സമ്മതിക്കാൻ അപ്പന് കിട്ടണം, അപ്പന് കള്ളു കുടിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ കള്ളുപിടിച്ചിട്ട് വീട്ടിലൊന്നും കൊണ്ടുവരത്തില്ല അല്ലേ? വീട്ടിൽ കൊണ്ട് ഭക്ഷണമൊക്കെ മേടിച്ചു തരും. മേടിച്ചു തരും. എന്നാലും കാര്യമായിട്ട് കാശില്ല. കാശൊന്നുമില്ല. പിന്നെ ചേച്ചിയൊക്കെയോ? അവർ ഇഷ്ടകളത്തിൽ പോയിരുന്നു? ചേച്ചിയും പോവായിരുന്നു. അപ്പച്ചന്റെ കൂടെ അന്നൊക്കെ പോയ എത്ര പൈസ കിട്ടും ഇഷ്ടകളത്തി കട്ട നോക്കാൻ പോയ? ഈ കട്ടയെടുക്കാൻ 8 രൂപ ഒരു ദിവസമാണ്. 8 രൂപ. അത് ഉച്ചയാകുമ്പത്തേക്കും തീരും. പിള്ളേരല്ല ഞങ്ങള് ഈ മുട്ടായൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയതാ. അന്ന് നാരങ്ങ മുട്ടായി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു? അതൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 30,000 രൂപയുടെ ചോദ്യം. 30,000 മറന്നു പോരുത്. ചോദ്യം: വീടുകളിലെത്തി മാലിന്യ ശേഖരണം നടത്തുന്ന ഹരിതകർമ്മസേനയുടെ യൂണിഫോമിലെ പ്രധാന നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. ഞങ്ങളുടെ അവിടെ വരുന്നത് പച്ച. പച്ചയാണോ? പച്ചയാണോ? കറക്റ്റ് ആണോ? ഞങ്ങളുടെ വീടിന്റെ വരുന്ന പച്ചയാ. ഈ കോലഞ്ചേരിയിലോ? കോലഞ്ചേരിയിലോ എനിക്ക് നോക്കിയിട്ടില്ല. എങ്കിൽ അവിടെ കൂടെ നോക്കണം. അവിടെയും പച്ചയാ. ഉത്തരം പച്ചയാ, മുഴുവൻ പച്ചയാ. കുടുംബശ്രീ അംഗങ്ങളാണ് ഹരിതകർമ്മസേന. അവര് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പച്ച. ഒരാള് 250 വീട് കയറി ഇറങ്ങണം. അപ്പൊ മൊത്തം പച്ചയാ. അപ്പൊ 30,000 രൂപയായി. ഞാൻ ഈ ചോദിക്കട്ടെ, ഈ 35 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം വീട്ടിൽ ചെന്ന് കയറിയ ആ നിമിഷം ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു അവസ്ഥ? മനസ്സ് ശരിക്കും വിങ്ങിപ്പോയി, തകർന്നു പോയിട്ട് നമ്മള് പഠിച്ചല്ലോ. അത്രയ്ക്കും വിഷമം ഉണ്ടാവും. അമ്മ കണ്ടപ്പോഴോ? അമ്മ വൈകുന്നേരം വന്നത് അമ്മ കരഞ്ഞു പോയോ? എല്ലാരും കരഞ്ഞു അല്ലേ? അതിനപ്പുറം ഞങ്ങളൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവനും കണ്ടപ്പോ ഭയങ്കര വിഷമമായിരുന്നു. കാര്യം 35 ദിവസം പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ടില്ല അല്ലേ? അത് വളർത്തുന്നതാണോ? വീടിനെ സ്വന്തമായിട്ട് വളർത്തുന്നതാണോ വീട്ടിലുള്ളതാണോ? ഞാൻ സ്വന്തമായിട്ട് വളർത്തുന്നത്. ഓക്കെ. എപ്പോഴും അതിനെ കൊണ്ട് നടക്കുവോ? എന്റെ കൂടെ എല്ലായിടത്തും വരും. തൃശ്ശൂർ കടയിലൊക്കെ വരുവോ? കടയിൽ വരും. സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്നില്ല അന്വേഷിച്ച് വരും. രാവിലെ എന്റെ കൂടെ വണ്ടി കയറി കുളിക്കാൻ പോരുമ്പോഴേക്ക് പിന്നെ പുഴയിലേക്ക് കൊണ്ടുപോവോ? പുഴയിലേക്ക് പോയാ കുളിക്കണത്. എല്ലാ ദിവസവും വരും. അപ്പൊ ഈ 35 ദിവസം ശ്വാസം മുട്ടിക്കാണുള്ളത്. പിന്നെ പുള്ളി തൃശ്ശൂർ കേസിന് പോകുമ്പോ എന്റെ കൂടെ പോരുമായിരുന്നു. വണ്ടിക്കകത്ത് കാണുവോ? കാറിന്റെ അകത്ത് കയറി പോരും. അപ്പൊ അതിനും വലിയ സങ്കടമായി. മാത്രല്ല എനിക്ക് തോന്നുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ ഇങ്ങനെ 35 ദിവസം കിടക്കേണ്ടി വരും അല്ലേ? അതല്ലേ ആ പട്ടിക്കുട്ടി? അത് തന്നെ. എന്താ പേര്? ചിക്കു. അവൻ മരിച്ചു. മരിച്ചുപോയോ? എന്ന് മരിച്ചു? ഒരു 4 മാസമായി. വീടിന്റെ അവിടെ പോണ വഴിക്ക് ഒരു പാമ്പുണ്ട. അത് തലക്ക് കൊത്തിയതാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ പറഞ്ഞില്ല ബാക്കി വീട്ടിലുള്ളവർ സമാധാനിപ്പിച്ചോ? വീട്ടിലുള്ള എല്ലാവരും മനസ്സ് തകർന്നു പോയില്ലേ. പിന്നെ 3 മാസം കഴിഞ്ഞു ഞാൻ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയിട്ട്. അല്ലെ വീട്ടിനകത്ത് തന്നെ ഇരുന്നു? വീട്ടിന്റെ അകത്ത് തന്നെ ഇരുന്നു. നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി. അപ്പൊ നമ്മുടെ ശത്രുക്കളോ മിത്രങ്ങളോ അന്വേഷിച്ചു വന്നോ? ചില ഫ്രണ്ട്സുകളൊക്കെ അന്വേഷിച്ചു വന്നു. ശത്രുക്കളൊക്കെ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാണ്. അവര് പറഞ്ഞ പൂട്ടി നല്ല കുഴപ്പമുണ്ടാവില്ലോ. ഇറങ്ങണ്ടായിരുന്നു അല്ലേ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വന്നോ? പിന്തുണ പ്രഖ്യാപിച്ചോ? പുറത്തിറങ്ങാൻ സഹായിച്ചോ ആരെങ്കിലും? കൂട്ടുകാരെ വിളിച്ചിട്ട് നീ പുറത്തിറങ്ങി വാ, നീ വീട്ടിലിരുന്ന് ശരിയല്ല. അതല്ല, അവിടെ ഒന്ന് ജയിലിൽ കണ്ടിട്ടേ ഈ ജാമ്യത്തിന് ശ്രമിക്കുകയും വക്കീലിനെ കാണാനും ഒക്കെ അങ്ങനെ ആരും സഹായിച്ചോ? അതിന് അജു എന്ന് പറഞ്ഞ പയ്യനാണ് അതിന്റെ കൂടെ നടന്നത്. പിന്നെ എന്റെ ആങ്ങള റെജി, ചേച്ചിയുടെ മോൻ സോണി. ഈ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കൂട്ടുകാർ വന്നോ പിടിച്ച് പുറത്തിറക്കാനായിട്ട്? ഇല്ല, അവർ ഫോണിൽ വിളിക്കും. ഞാൻ ആരോടും കാര്യമായിട്ട് സംസാരിക്കൊന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്തോ ചിന്തിച്ച വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോ പുറത്തിറങ്ങാതെ വീട്ടിൽ ഇരിക്കുക? നമ്മൾ പുറത്തിറങ്ങാതെ അവിടെ ഇരിക്കും. അന്നേരം മനസ്സിൽ വിഷമമുണ്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പക്ഷെ മറ്റുള്ളവരെ ഫേസ് ചെയ്യണ എങ്ങനെയാന്നൊരു ചിന്തയുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും എല്ലാവരും നല്ലവരാണോ, നിനക്ക് പുറത്തിറങ്ങാൻ നീ ആളെ കൊന്നിട്ടൊന്നും ഇരിക്കുമല്ലോ. എന്നാലും മനസ്സിന്റെ ഉള്ളൊരു നല്ലൊരു വിഷമമുണ്ട്. വീട്ടിലുള്ളവരൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ ഈ ഇത് പറഞ്ഞ ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ രണ്ടാമത്തെ മോളോട് എന്തോ പറഞ്ഞു വന്നപ്പോ ഒരു പെങ്കൊച്ചു പറഞ്ഞു നിന്റെ അമ്മ സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ ഇരിക്കുന്ന കുട്ടിയോടാണോ? ഇവളോടാണോ പറഞ്ഞേ? എന്താ മോളെ പറഞ്ഞ മൈക്കി പറഞ്ഞേ? എന്നോട് പറഞ്ഞ അമ്മായി ഇങ്ങനെ ജയിലിൽ കിടന്നല്ലേ
എന്നൊക്കെ ചോദിച്ചു. ആഹാ, മോള് ഏത് സ്കൂളാ പഠിക്കുന്നത്? ഞാൻ മാസ്റ്റിഫില്. അത് എവിടെയാ സ്കൂള്? വാളം. വാളകം. വാളകത്തെ സ്കൂളാണ്. ആ. അപ്പൊ നമുക്കിനി അത് എന്തായാലും അതിനൊക്കെ ഒരു അവസാനം ഉണ്ടായല്ലോ. ഇനി എനിക്ക് തോന്നുന്നറിയോ, റീന മത്തായുടെ ഊഴോ ഇതുവരെ ആ പോലീസുകാരന്റെ ഊഴമായിരുന്നു. ആ പോലീസുകാരൻ എണ്ണിക്കോട്ടെ അല്ലേ? മിക്കവാറും ഞാൻ എന്റെ വണ്ടി അവസരം കാണാൻ പോവാണെങ്കിൽ പുള്ളി വണ്ടിയുടെ മുന്നിൽ ചാടുമായിരിക്കുമല്ലോ അല്ലേ? പുള്ളിയുടെ ആയുധം അതാണല്ലോ, വണ്ടിക്ക് മുന്നിൽ എടുത്തി ചാടുക അല്ലേ? പുള്ളി ഏതെങ്കിലും വീഡിയോ കോളിൽ കൂടി എന്നെ വിളിക്കുമായിരുന്നു, പിള്ളേരുമായിട്ടൊക്കെ സംസാരിക്കും. ആണോ? അതെപ്പോ? അത് പുള്ളി വീട്ടിൽ ചെല്ലുന്ന സമയത്തൊക്കെ ഈ ഞാൻ ഇതായി കഴിഞ്ഞ് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ പുള്ളി വീഡിയോ ആദ്യത്തെ സംഭവത്തിന് ശേഷം അല്ലേ? രണ്ടാമത് ഇത് കേസൊക്കെ തീരാറായി എന്നെ കുറിച്ച് വന്ന് നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് കേസ് തീരാറായപ്പോ സ്നേഹമായി. സ്നേഹമായി. അപ്പൊ പുള്ളി അന്വേഷിച്ചപ്പോ എന്നെ കുറിച്ച് നല്ലത് മാത്രമാണ്, ഞാൻ ആർക്കായാലും ഒരു സഹായം ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഒരു പയ്യന് എൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട്, അവൻ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയുള്ളൂ. അപ്പൊ എന്തായാലും എൻ്റെ വണ്ടിയാണ് കൊടുത്തത്. പിന്നെ അവന് ലൈസൻസ് എടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തത് ഞാനാ. അപ്പൊ അതൊക്കെ പുള്ളി അറിഞ്ഞു. അപ്പൊ അന്നേരം എന്നോട് പറഞ്ഞു, മൊത്താഴ്ച തന്റെ മനസ്സ് നല്ല മനസ്സാ. അപ്പോഴാ പോലീസുകാരൻ തിരിച്ചറിവുണ്ടായത്. അത് കാരണം പുള്ളി അത് പിന്നെ ഞങ്ങൾ വിളിച്ചു വർത്താനം പറയും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഇത് കേസിന്റെ ഇത് വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറേ അന്നേ മാട്ടെ അവൻ 3 പിള്ളേരാണല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനസാക്ഷി അവൻ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു അങ്ങനെ? പേപ്പർ ന്യൂസ് വിട്ടെ, പത്രത്തിൽ എഴുതിയ മാതൃഭൂമിയുടെ ആളിനോട്, ബാബുവിനോടോ? അപ്പൊ അന്നേരം പറഞ്ഞു അവൻ ആ മനസാക്ഷി കാണിച്ചില്ല റീന. പിന്നെ റീന ഈ മനസാക്ഷി കൊണ്ട് ഇരിക്കണ കാരണം റീന ഒരു കാലത്തും രക്ഷപ്പെടാത്ത. ബാബു, ഞാൻ ബാബുവിന്റെ കൂടെയാ. നമ്മള് ലോകം കാണിച്ചില്ലല്ലോ, നമ്മളെ അകത്തിടാൻ പുള്ളി കാരണക്കാരനായില്ലേ. കാര്യം ജയിലിൽ 1 മിനിറ്റ് കിടന്നാലും അത് ജയിലിൽ തന്നെയാ. അവിടെ നല്ല ഭക്ഷണം കിട്ടുന്നൊക്കെ ആളില് വെറുതെ ഇരുന്ന് പുറത്തിരിക്കുന്നവർക്ക് തോന്നുക, അകത്ത് കയറിയ കാര്യമൊന്നുമില്ല, ജയില് തന്നെയാ. അപ്പൊ റീന ചേച്ചി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി 40,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, നല്ല മുൻകരുതലോടെ ഇരുന്നുള്ളൂ. മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് പലഹാരത്തിനാണ് 3 മുഖങ്ങളുള്ളത് എന്നർത്ഥം വരുന്ന പേർഷ്യൻ വാക്കിൽ നിന്ന് പേര് ലഭിച്ചത്? ഓപ്ഷൻ എ ബോണ്ട, ഓപ്ഷൻ ബി സമോസ, ഓപ്ഷൻ സി ജിലേബി, ഓപ്ഷൻ ഡി ലഡു. 3 മുഖങ്ങളുണ്ട്, 3 ഫേസ്. സമോസ. ഉറപ്പാണോ? ഉറപ്പാ. സമോസ ഉണ്ടാക്കാൻ അറിയാമോ? ഒന്നുമില്ല, കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അപ്പൊ അരിയും കറിയൊക്കെ വെക്കും, പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. സമയമില്ലാത്തേ ഉള്ളൂ, സമയം കിട്ടി നമ്മളിതെല്ലാം ഉണ്ടാക്കും. അപ്പൊ ഒന്ന് സമോസ ഉണ്ടാക്കി പഠിക്കണം. കാര്യം ഉത്തരം ശരിയാണ്, ഓപ്ഷൻ ബി ഉത്തരം ശരി. സംബൂസക് വാക്കിൽ നിന്നാണ് ഈ സമോസ ഉണ്ടായത്. അപ്പൊ 40,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. ഞാൻ മേളിലോട്ടൊന്ന് പോവാണ്. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 2. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെഞ്ചിരിപ്പ് കൂടിയോ? എവിടെ? നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കട്ടോ. 1,00,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ. അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പള്ളി പോകത്തെ എന്താ? പള്ളി പോവും. വല്ലപ്പോഴും പോവും. പള്ളി പോകും, തിരി കത്തിക്കും. കർത്താവിനെ കുറിച്ച് ഒരു തോന്നലുണ്ടല്ലോ, കർത്താവ് കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ഞാൻ അതങ്ങനെ എനിക്ക് വണ്ടി ആക്സിഡന്റ് വന്നപ്പോഴും ആ ഒരു ഇതും കൊണ്ടാ വണ്ടി കിടക്കണിട്ടുണ്ട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത്. ഇത്ര വലിയ ആക്സിഡന്റ് ആയിരുന്നു. ഇങ്ങനെയൊന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മരണമൊന്നും സംഭവിക്കില്ല. അവർ ഈ നാട്ടിൽ വേണ്ടേ ഫൈറ്റ് ചെയ്യാനായിട്ട്? അതിപ്പം പറയായിരുന്നു, ഞാൻ ടയർ കെട്ടാൻ മോനടുത്ത ചേട്ടൻ പറയായിരുന്നു. കാണാതെ ആയി കഴിഞ്ഞപ്പോ അന്വേഷിച്ചു പോയപ്പോ ഇങ്ങനെ ആള് കിടപ്പായി പോയെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ ചേട്ടൻ പറഞ്ഞു, ദൈവത്തിനെ കണ്ട് നിന്നെ കണ്ട് പല ആവശ്യങ്ങളുണ്ട്, അതാ നിന്നെ എണിപ്പിച്ചുവിട്ടെന്ന്. ഓ അത് ശരി, ദൈവത്തിനെ കൊണ്ട് ആവശ്യമുണ്ട്, നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ചേട്ടൻ നീണാൾ വാഴട്ടെ അല്ലേ. നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യം, 50,000. പാട്ടൊക്കെ കേൾക്കുവോ? അങ്ങനെ കേൾക്കൂ. പാട്ട് പാടുവോ? ഇല്ല. ഒരു പാട്ട് പള്ളിയിൽ നിന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? പൈതല യേശു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലൊരു പാട്ട് ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഓക്കെ, പ്ലേ. വോൺ നാഗേൽ എന്ന ജർമ്മൻ മിഷണറി കേരളത്തിൽ വെച്ച് ഏത് വാഹനത്തിൽ ഇരുന്ന് അതിന്റെ താളത്തിനൊത്ത് രചിച്ചതാണ് ഈ പാട്ട്? ഈ പാട്ട് എഴുതിയ ജർമ്മൻകാരനാ. അങ്ങനെ ഒരു വണ്ടിയിലിരുന്ന ഈ പാട്ട് എഴുതിയത്. ഇങ്ങനെ എഴുതാൻ പറ്റിയ സ്ഥലം അല്ലേ എന്ന് വിചാരിച്ചു കളയരുത്. ഓപ്ഷൻ എ ബസ്, ഓപ്ഷൻ ബി വിമാനം, ഓപ്ഷൻ സി പല്ലക്ക്, ഓപ്ഷൻ ഡി കാളവണ്ടി. കുന്നംകുളത്തുനിന്നാണ് ഇദ്ദേഹം ഒരു വാഹനത്തിൽ യാത്ര തുടങ്ങിയപ്പോഴാണ് ഈ താളത്തിനനുസരിച്ച് ഈ പാട്ട് എഴുതിയെന്നാണ് വൈപ്പ്. പിന്നീട് സിനിമയിൽ വയലാർ എഴുതി. കാളവണ്ടി ആയിരിക്കും അല്ലേ? കാളവണ്ടി ആണെങ്കിൽ അതിനൊരു താള ടക്ക ടക്ക അല്ലേ? ഓക്കെ, കറക്റ്റ് ഉത്തരം, കറക്റ്റ്.
ഓപ്ഷൻ ഡി കാളവണ്ടി. 1 ലക്ഷം രൂപ ഇപ്പൊ കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ചോദ്യത്തിലൂടെ പോയാലോ? ഈ 50,000 രൂപ കിട്ടണമെങ്കിൽ എത്ര ചക്ക വിൽക്കണം? 2-3 മാസം. 1 കിലോയ്ക്ക് എത്ര വില ഇപ്പൊ? 30 രൂപ. 30 രൂപ. ആ, അവിടെ അത്രയും വിലയുണ്ട്. അല്ല, ആദ്യം ഫസ്റ്റില് 50 രൂപ വിലയായിരുന്നു. ആ, കുറഞ്ഞോ? ഇപ്പൊ കുറഞ്ഞതാ. കുറച്ചതാണോ? എന്തിനാ അങ്ങനെ കുറയ്ക്കുന്നത്? 30-20. കുറച്ച് കാശുണ്ടായ കുഴപ്പമല്ലോ ഉണ്ടോ? അതോടെ മത്സര. ഓ, അത് ശരി. അടുത്ത കടക്കാരനുമായിട്ട്. ഒരു ചക്ക എത്ര കിലോ കാണും? 34 കിലോ വരെ വരും. ഒരു ചക്കയോ? അതെന്തോന്നു ചക്ക? വലിയ കണ്ടിട്ട് മുറിച്ചു വെക്കും. റെഡി. ഞാൻ ഈ തർക്കിക്കാൻ വരുന്നില്ല. കാര്യം എല്ലാ ദിവസവും ചക്ക മുറിക്കുന്ന ആളിനോട് ഞാൻ തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ: കേരള പോലീസിലെ വനിതകളുടെ ഏത് യൂണിഫോം വേഷമാണ് 2002 ഒരു സർക്കുലറോടെ ഒഴിവാക്കപ്പെട്ടത്? ജീൻസ്, സാരി, ഫ്രോക്ക്, ലെഹങ്ക? സാരി. ഉറപ്പാണോ? സാരി എടുത്ത് പോലീസുകാരെ കണ്ടിട്ടില്ല? ഇപ്പൊ ഇല്ല. ഇല്ല. നേരത്തെ കണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി സാരി. ഞാൻ പൂട്ടിയ കേട്ടോ, നോക്കണ്ടല്ലോ. ഇനി പോലീസ് സ്റ്റേഷൻ കുറെ ദിവസം കയറി ഇറങ്ങിയതല്ലേ? പോലീസ് സ്റ്റേഷൻ വെറുതെ പോയി നമുക്ക് ചായ കിട്ടുമോ? അവിടെ ഒന്നും ചായ കിട്ടില്ല. ഇല്ലില്ല, അതിന് രക്ഷയില്ല. പെരുമാറ്റമൊക്കെ എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ പൊതുവെ? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ നല്ല പെരുമാറ്റമാണ്. പിന്നെന്താ പോലീസ് അങ്ങനെ ആയിപ്പോയത്? അതിപ്പോ അവരുടെ നാട്ടില് എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അവർക്ക് എനിക്കറിയില്ല അവരെ. ഇവിടെയുള്ളവരെല്ലാവരും എന്നെ അറിയൂലോ. ഇനിയിപ്പോ ആ പോലീസുകാരനെ ഒരു ദിവസം നേരിട്ട് കണ്ടാല് എന്ത് പറയാ? ആ നിഷ ചേച്ചിയും കൂടെ കണ്ടു, അജുവിനെയും പിന്നെ നിഷയും, ഇവരെ ഒന്നിച്ച് കണ്ടു. നമ്മളെന്താ പറയാ അവരോട്? എനിക്കൊരു കുഴപ്പമില്ല അതില്. ജയിലിൽ കിടന്ന് മിച്ചോ? ജയിലിൽ കിടന്നു വെച്ചാൽ ദൈവവിദ്യ സാറേ. പിന്നെ അവർ ചെയ്ത തെറ്റിന്റെ ഫലം അവരായിട്ട് അനുഭവിച്ചോളൂ. അതിലെനിക്ക് കർമ്മഫലം വരും അല്ലേ? വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി സാരി കൂട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി സാരി, യു ആർ കറക്റ്റ്. അപ്പൊ ഇപ്പൊ എത്ര പൈസ കിട്ടിയെന്നറിയോ കയ്യില്? 60,000 രൂപ. മറന്നുപോയോ? അയ്യോ, എങ്ങനെ കടയിരുത്തും ഇങ്ങനെയാണെങ്കിൽ? 2 ചക്ക വാങ്ങിച്ചു കഴിഞ്ഞാൽ മറന്നുപോകല്ലോ. 60,000 രൂപ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ ലോജിക് ക്വിസ് ടൈമിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: MSME വർഗീകരണ മാനദണ്ഡം അനുസരിച്ച് ചെറുകിട ബിസിനസ് സംരംഭങ്ങളുടെ വാർഷിക വിറ്റുവരവ് എത്ര കോടിയിൽ കൂടാൻ പാടില്ല? അതായിരുന്നു ചോദ്യം. ശരിയായ ഉത്തരം 50 കോടി രൂപ. ഒരുപാട് പേർ ശരി ഉത്തരം അയച്ചു. അതിൽ ലോജിക് ക്വിസ് ടൈം വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളത്തെ മേരി ഹെനിൻ കെ ആണ്. കൺഗ്രാറ്റുലേഷൻസ് മേരി ഹെനിൻ. ഇനി ഇന്നത്തെ ചോദ്യം. ഇനി പറയുന്നവയിൽ തെറ്റായ അക്കൗണ്ടിംഗ് സമവാക്യം ഏതാണ്? ഓപ്ഷൻ എ ആസ്തികൾ സമം ബാധ്യതകൾ പ്ലസ് മൂലധനം. ഓപ്ഷൻ ബി ബാധ്യതകൾ സമം ആസ്തികൾ മൈനസ് മൂലധനം. ഓപ്ഷൻ സി മൂലധനം സമം ആസ്തികൾ മൈനസ് ബാധ്യതകൾ. ഓപ്ഷൻ ഡി ആസ്തികൾ സമം ബാധ്യതകൾ മൈനസ് മൂലധനം. ഇംഗ്ലീഷ് പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? ഓപ്ഷൻ എ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഓപ്ഷൻ ഡി അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരം അയച്ചു തരിക. തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA എന്നീ കോഴ്സുകളിലേക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം ഉണ്ടാകും. കൂടാതെ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസും ഉണ്ടാകും. അപ്പൊ മറക്കണ്ട, ഇപ്പൊ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ശരി ഉത്തരം അയച്ചു തരിക. അപ്പൊ കുട്ടിയേട്ടൻ എന്തോ പറയാമെന്ന്? ചക്കയുടെ കേസ് വല്ലോ ആയിരിക്കും. റീനമ്മത്തായി കുറച്ചു നാളുകൾക്ക് മുമ്പ് റോഡരികിൽ വീണ് കിടന്ന ഒരാളുടെ മൊബൈൽ ഫോണുമായി താങ്കൾ വീട്ടിലേക്ക് പോയി. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. അതെന്തുവാ റോഡിൽ കിടന്ന ആളിന്റെ മൊബൈൽ എടുത്തുകൊണ്ടു പോകാൻ കാര്യം? ഞാൻ കടയടച്ചിട്ട് മുറി കൊണ്ടുവന്ന് ഈ ത്രാസും ഇതൊക്കെ കൊണ്ടുപോയി വെക്കാൻ പോയി. സമയം എത്രയായി കാണും? സമയം ഒരു 7 മണി 7:15 കാണും. രാത്രി. അപ്പൊ എന്റെ ചേച്ചിയുടെ മീൻ കടയുടെ ഇപ്പഴാണ് കിടക്കുന്ന ആള്. അപ്പൊ ഞാൻ അങ്ങനെ വണ്ടിയുടെ 2 വീലറിന്റെ ലൈറ്റിൽ നോക്കിയപ്പോ ഒരു കാല് പുള്ളിയുടെ വണ്ടിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ കിടക്കണുണ്ട് മലന്ന്. അപ്പൊ മൊബൈൽ ഇങ്ങനെ തെളിഞ്ഞും കിടപ്പുണ്ട്. മേളിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് തറയിൽ കിടന്നുകൊണ്ട് മേളിൽ കാലെടുത്ത് വയ്ക്കും? പറ്റി പിടിച്ചിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞാ പറ്റി പിടിച്ചിട്ടൊന്നും അങ്ങനെ ഒരു വാക്കുണ്ടോ? അടിച്ച് പറ്റി പിടിച്ചു അല്ലേ? അടിച്ച് ഫിറ്റാവുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് ആളെ മനസ്സിലായില്ല. നമ്മൾ സാറിന് വീട്ടിൽ കൊണ്ടാക്കത്തില്ല എങ്ങനെ പാമ്പ് പക്ഷികളെയൊക്കെ? അത് കഴിഞ്ഞ് ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഓഫ് ചെയ്യാൻ ആ മൊബൈൽ പറ്റണില്ല. എന്നിട്ട് ഞാനത് വണ്ടിയുടെ ഡാഷിൽ വെച്ചിട്ട് പിന്നെ മൊബൈൽ എടുത്ത് ഞാൻ അടിച്ചിട്ട് ഞാൻ അവിടെ ചേച്ചിക്ക് മീൻകട, ആ മീൻകടയുടെ ബോക്സിൽ നിന്ന് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു, കുടിക്കാൻ പറ്റാൻ വെള്ളം. അതെടുത്തുകൊണ്ടൊന്ന് തളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് ഊടുപാടി ചീത്ത പറഞ്ഞു.
ഒരാവശ്യമില്ല. ആ കടയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മോന്തൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തെറി കേൾക്കുക. അപ്പൊ തന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് ഞാൻ വീട്ടിൽ പോയി. ആ അത് കഴിഞ്ഞ് വീട്ടിൽ കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്റെ ഫോണിലേക്ക് അടിക്കണ്ടപ്പോ ഞാൻ ഫോൺ എടുത്തപ്പോ ഞാൻ പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റീനയാന്ന് പറഞ്ഞു. പെരുമുള റീനയാന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അപ്പൊ എണിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആള് മനസ്സിലായി ഇന്ന ആളാന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ ലൈറ്റ് കഴിഞ്ഞ് കിടന്ന കാരണം ഞാൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഫോണിങ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വന്ന് ഞാൻ തന്നൂടാന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത കാരണം താഴത്തെ വീട്ടിലെ കൊച്ചിന്റെ കൈ കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ അവൻ വീട്ടിൽ വരികയും ചെയ്തു. വീട്ടിൽ വന്നുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യത്തിന് കഴിച്ചിട്ട് നീ വീട്ടിൽ പോയി കിടന്നാൽ പറയാറുണ്ട്, നീ ഇപ്പോൾ റോട്ടിൽ കിടന്ന എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ഞാനായ കാരണം ഈ ഫോൺ എടുത്ത് കൊണ്ടുവന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ സിം ഊരിയ ഫോൺ വിൽക്കൂലായിരുന്നോ എന്ന് ചോദിച്ചു. ഏത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ അന്ന് തന്നെ രാവിലെ വന്ന് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല, ഇതിന്റെ സാധനം കിട്ടിയിട്ടുള്ളൂ പറഞ്ഞത്. ഞാൻ അവനോട് ഫോൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവൻ എന്നിട്ട് സന്ധ്യയായപ്പോ ഒരു 8-8:30 കള്ളും കുടിച്ചിട്ട് വന്ന് വേറെ ഒരുത്തരം വിളിച്ചോണ്ട് വന്നേക്കോണം. എന്റെ പോക്കറ്റിലെ കാശ് തരാൻ പറഞ്ഞു. ഓ അങ്ങനെ ഒരു ആരോപണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ല എന്റെ പോക്കറ്റ് രൂപ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ വൈകുന്നേരം ഫിറ്റാണല്ലേ. അപ്പൊ ഞാൻ രാവിലെ ഞാൻ വന്നപ്പോ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു വിട്ടല്ലേ നീ ഇപ്പൊ അതിരാത്രി കുടിയും കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നോർത്താണ് വന്നെന്ന് വെച്ചു. ഇനി മേലെ അതിൽ വന്നു പോരോട്ട് പോകുന്നു. ഈ വഴിക്ക് അതിന് മുട്ടുകാരി തല്ലിടിക്കും. അപ്പൊ പട്ടിയപ്പത്തേക്കും പുള്ളിക്ക് അറിയാം ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യുന്ന കൃത്യമായിട്ട് അറിയാം. അപ്പൊ പുള്ളി നേരെ എന്ത് പോയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് മിണ്ടു. അത് ഒരു ദിവസം ഞാൻ ചോദിച്ചു നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞു വിട്ടല്ലേ പിന്നെ നീ പാതിരാത്രി അവനെ വിളിച്ചോണ്ട് വന്ന എന്തിനാടാന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അന്നേരം അമ്മ ചോദിച്ചു അവനോട് ഇനി എന്തിനാ മിണ്ടിയെന്ന് ചോദിച്ചു. അവന്റെ ഫോൺ വല്ലയിടത്തും കൊണ്ടുപോകൂലേ. അടി കൊടുത്തില്ലല്ലോ. കൊടുക്കേണ്ടി വന്നില്ല. പരിസരം മോശമായ ചിലപ്പം പ്രശ്നമായി പോകും അല്ലേ. ഓക്കെ സൂക്ഷിക്കണം എപ്പോഴും. കാര്യം എന്തറിയോ ചെന്ന് കയറി കുലുമാലുണ്ടാക്കി ജയിലായി പോയത്. ഓക്കെ റെഡി. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. 70,000 രൂപയുടെ ചോദ്യമാണ്. 78,000. മോണിറ്റർ റെഡിയാണല്ലോ. ഒരു ദൃശ്യം കാണിച്ചു അങ്ങോട്ട് നോക്കിക്കോളൂ. ഈ മരത്തിന്റെ പൂമൊട്ട് ഉണക്കി നിർമ്മിക്കുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? ഓപ്ഷൻ എ കറുവപ്പട്ട, ഓപ്ഷൻ ബി തക്കോലം, ഓപ്ഷൻ സി ഗ്രാമ്പു, ഓപ്ഷൻ ഡി ഏലം. ഗ്രാമ്പു ആണോ? ഉറപ്പാണേ? ഓപ്ഷൻ സി ഗ്രാമ്പു എന്നാ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്ന് കടമറ്റത്ത് കത്തനാര് പോലും പറയില്ല. ഉത്തരം ശരിയാണ്. അവിടെ ഒരു ചിരി ഉണ്ടായിരിക്കും അല്ലേ. പൈസ വല്ലതും കടം ചോദിക്കും, കൊടുക്കരുതേ. അടുത്ത 80,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ: ഇനി പറയുന്നവയിൽ ഏത് യൂറോപ്യൻ രാജ്യമാണ് സോണിയാഗാന്ധിയുടെ ജന്മദേശം? സോണിയാഗാന്ധി കേട്ടിട്ടുണ്ടല്ലോ. 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി റൊമേനിയ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. എപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ ഓരോന്ന് പറയുന്ന ഈ പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഇറ്റലി കേട്ടിട്ടുണ്ടല്ലേ. കൂട്ടിക്കെട്ടൻ കൂട്ടി. അപ്പോ 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. പൈസ പോയി കാണൂ അക്കറിയാലേ. ഓക്കെ ഓപ്ഷൻ എ ഇറ്റലി. ഇപ്പൊ ഉത്തരം ശരിയാണ്. എന്ത് ചെയ്യും? ഉത്തരം ശരിയാണ്. 80,000 രൂപ. ഇപ്പൊ നാട്ടിലുള്ളവരൊക്കെ അത്ഭുതപ്പെടുകയായിരിക്കും റീനയോട് കളിച്ച എങ്ങനെ ഇരിക്കും എന്നുള്ളത് അല്ലേ. അറിയാലേ. അത് വേണ്ട കളി വേണ്ടല്ലേ. ഓക്കെ അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. കുട്ടേട്ടന്റെ സഹായം വേണ്ടി വരും. കുട്ടേട്ട ലെവൽ 3. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായ മറുപടി പറയൂ. ഇതുവരെ പറഞ്ഞ കള്ളത്തിലാന്നുള്ള അഭിപ്രായം എനിക്കില്ല. നേരി തന്നെ പറഞ്ഞെന്നറിയാം. ഞാൻ നുണ പറയേണ്ട ആവശ്യമില്ല. തല പോണ കേസായാലും ശരി അധികം സത്യസന്ധമായിട്ട് പറയും. തല പോണ കേസാണ്. അത് തന്നെ അപകടം. അപ്പൊ എന്തായാലും നേര് പറഞ്ഞ് തല പോക്കണ്ട. ഇത്രയും കാലത്തിനിടയ്ക്ക് വളരെ പ്രായമൊക്കെ ആയി അറിഞ്ഞതിന് ശേഷം പേടിച്ചിട്ടുള്ള സന്ദർഭം ഏതാ? പേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ജയിലിൽ പോയപ്പോഴാണ് പേടിച്ചത്. ജയിലിൽ പോയപ്പോ പേടിച്ചല്ലേ? ആ ദിവസമാണോ പേടിച്ചതോ? ആ ദിവസമാണ് പേടിച്ചത്. ജയിലിൽ ഇപ്പൊ നടപടിയൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഇല്ല. അങ്ങനെയുള്ള ജയിലെ ക്ലീൻ അല്ലേ ഇപ്പൊ? മുതല അവിടെ നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ജയിലുകളിലൊക്കെ ബിയു സെൻട്രൽ ജയിലുണ്ടല്ലോ ചപ്പാത്തി പുറത്ത് വിൽക്കുന്നുണ്ട്. അത് ആണുങ്ങളുടെ സെക്ഷനില്ല. നിങ്ങളുടെ സെക്ഷനിൽ ഇല്ല. നിങ്ങൾക്കല്ലേ നന്നായിട്ട് പാചകം അറിയാവുന്നത്? അത് അവിടെ പെണ്ണുങ്ങൾ കുറവാ. അവിടെ പുരുഷന്മാരാണ് അക്രമകാരികൾ അല്ലേ. ശിക്ഷയൊക്കെ എടുക്കുന്ന പെണ്ണുങ്ങളാണ് ഉള്ളത്. അവർക്ക് ഈ പറമ്പിലെ പണിയാണ്. എന്താ പണിയത്? വലിയ കഠിനമായ പണിയാണോ അത്? ഈ കപ്പ നടിയില് ചേമ്പ് ചേന ഇതൊക്കെ
ഉണ്ട്. ഈ സിനിമയിലൊക്കെ ആണെങ്കിൽ പാറയൊക്കെ വെട്ടിപ്പിളർത്തുന്നത് അത് അങ്ങനെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതൊന്നും അവിടെ ഇല്ല. ഇല്ല, പരിപാടി അതെല്ലാം പുരുഷന്മാർക്കേ ഉള്ളൂ. കൂടെ വിട്ടടി ഇതെല്ലാം. അപ്പൊ ഇനിയിപ്പം 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, മനസ്സിന് സന്തോഷമുണ്ട്, മുഖത്ത് ഇപ്പോ ഒരു സൂര്യൻ ഉദിച്ച പോലെയുണ്ട്, ഒരു സന്തോഷം അല്ലേ? നല്ല കാര്യമല്ലേ കാശ് കിട്ടുന്നു പറഞ്ഞല്ലേ? കാശ് കിട്ടുന്നില്ല, ഇവിടെ വന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാനും ഇങ്ങനെ സഹകരിക്കാനും പറ്റിയാൽ ഭയങ്കര സന്തോഷം ആണല്ലേ? ഓക്കെ, നല്ല കാര്യം. എനിക്കും സന്തോഷമായി. ഇങ്ങനെ ഒരാള് എനിക്കറിയില്ലല്ലോ റീന ചേട്ടത്തി പോലെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോ ക്വസ്റ്റ്യനിലെ ഇനി പറയുന്നവയിൽ ഏത് ബോളിവുഡ് നടനാണ് സുരേഷ് ഗോപി നായകനായ യുവതുർക്കി എന്ന മലയാള സിനിമ നിർമ്മിച്ചത്? ഓപ്ഷൻ എ അമീർ ഖാൻ, ഓപ്ഷൻ ബി സൽമാൻ ഖാൻ, ഓപ്ഷൻ സി ധർമ്മേന്ദ്ര, ഓപ്ഷൻ ഡി അമിതാഭ് ബച്ചൻ. പിടിവള്ളികളൊക്കെ കിടക്കുക കേട്ടോ. 2 പിടിവള്ളി കുട്ടേട്ടന്റെ, 1 പിടിവള്ളി ഇവിടെ. സിനിമയുടെ കഥ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അമീർ ഖാൻ, സൽമാൻ ഖാൻ, ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ. ഇവർക്കറിയായിരിക്കും. കുട്ടേട്ടനോട് വേണേ കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടനോട് ചോദിക്കാം അല്ലേ? കുട്ടേട്ടാ യെസ് ബോസ്, സഹായിക്കൂ. തീർച്ചയായും. റീന മത്തായി, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി സൽമാൻ ഖാൻ, സി ധർമ്മേന്ദ്ര, ഡി അമിതാഭ് ബച്ചൻ. വീട്ടുകാരോട് ചോദിക്കണോ? അവരോടും കൂടെ ചോദിക്കാം അല്ലേ? എനിക്ക് സിനിമയെ കുറിച്ച് അത്ര കാണാറില്ലാത്ത. അറിയാമോ? അത് ഇത്രയേ ഉള്ളൂ സംഭവം. യുവതുർക്കി എന്ന് പറയുന്ന സിനിമ ഒരു ബോളിവുഡ് നടനാണ് നിർമ്മിച്ചത്. ഇത് ആരാണെന്നുള്ളതാണ് ചോദ്യം. സൽമാൻ ഖാൻ, ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞിരിക്കുന്നു. കൂട്ടാമോ? കുട്ടിക്ക് അവര് പറഞ്ഞല്ലേ? അവര് പറഞ്ഞല്ലേ? ഈ കപ്പ ഇളക്കുന്ന സാധനത്തിൽ എന്തോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? അത് നമ്മള് കയ്യിലും കൊണ്ട് ഇളക്കണം. കൈ കൊണ്ട് അങ്ങനെ കയ്യില് ഇപ്പോഴൊക്കെയാണ് ഇതിന്റെ അലൂമിനിയത്തിന്റെ ഒക്കെ വന്നത്. നേരത്തെ മരം, ചിരട്ട. എന്ത് മരം അത്? ഈ ഇതിന്റെ പിടി മരം ചിരട്ടയില്. കയ്യില് തൃശ്ശൂര് കയ്യിലെന്നാ പറയുന്നത് അല്ലേ? കയ്യില്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് തെറ്റി പോവാണെങ്കിൽ കയ്യിലെടുത്തിട്ട് 2 പൂസ് പൂച്ചണേ. ഓക്കെ, റെഡി. അമിതാഭ് ബച്ചൻ പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണ്. ഓക്കെ, ഞാൻ സിനിമ കാണാറില്ല, അപ്പൊ അതാണ് എനിക്ക് അതിനെ കുറിച്ച് ഇത്ര. ഒരു പ്രൊഡ്യൂസർ രക്ഷപ്പെടത്തില്ല. അല്ല, സമയമില്ല സാറേ. 1 ലക്ഷം രൂപ കിട്ടി. ഇതുകൊണ്ട് 2 സിനിമ പോയി കണ്ടല്ലോ. നമുക്ക് സമയമില്ല. സമയമൊക്കെ എവിടെ പോയി? രാവിലെ എണീച്ച് പോകണം, 4 മണിയാകുമ്പോ മാർക്കറ്റിൽ പോകണം. അത് കഴിഞ്ഞ് 4 മണിക്ക് എഴുന്നേക്കും. അപ്പൊ മാർക്കറ്റിൽ പോകും മാമ്പഴം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് അത് കൊണ്ടുവന്ന് കടയിൽ മാർക്കറ്റിലേക്കാ പോകുന്നത്. മൂവാറ്റുപുഴ. അത് കഴിഞ്ഞ് മാർക്കറ്റാണോ? വലിയ മാർക്കറ്റാ. അത് കൊണ്ടുവന്ന് കടയിൽ ഇറക്കി വെച്ചതിന് ശേഷം വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ട് പിന്നെ കുളിക്കാൻ. വണ്ടിയാ? കാറ്. അത് കഴിഞ്ഞാ കുളിയൊക്കെ? അത് കഴിഞ്ഞ് വണ്ടി എടുത്തോണ്ട് പുഴയിൽ പോയി കുളിയും കഴിഞ്ഞിട്ട് വന്ന കട. കുളി അതിരാവിലെയൊക്കെ ആളിൽ വരുമോ കടയില്? ഇല്ലില്ല, ഒരു 9:30-10 മണിയാകുമ്പോ കരിക്കും നാരങ്ങളോ കുടിക്കാനൊക്കെ ആയിട്ട്. കട ഉണ്ടോ അവിടെ? ഇല്ല. പറ്റു പുസ്തകം വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ ചിലവര് പരിചയക്കാര് തരാനുണ്ട്. പറ്റും. പറ്റിച്ചു പോവര്. പറ്റിച്ചിട്ട് ചിലവര് കൊണ്ടേ തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് പറയാ മൂത്തിലായിരുന്നു എന്ന് പറയും. മൂത്തില്ലായിരുന്നു പറയും. ഏത് മൂത്തില്ലെന്ന്? ചക്ക മൂത്തില്ലെന്ന് പറയും. ചക്ക മൂത്തില്ലെന്ന് പറയും. തീറ്റയെല്ലാം പറയുന്നല്ലേ? 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അപ്പൊ മോണിറ്റർ, ഏത് പ്രശസ്ത വ്യക്തിയുടെ ആദ്യ പേരായിരുന്നു അന്നക്കുട്ടി മുട്ടത്തുപാടം? ഓപ്ഷൻ എ സിസ്റ്റർ അൽഫോൺസ, ഓപ്ഷൻ ബി സിസ്റ്റർ മേരി ബെനീഞ്ഞ, ഓപ്ഷൻ സി എവു പ്രാസ്യാമ്മ, ഓപ്ഷൻ ഡി സിസ്റ്റർ നിവേദിത. ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ പള്ളിയിൽ കയറ്റത്തില്ല. കല്ലിലും പള്ളി കയറ്റൂല. നമ്മുടെ കയ്യിലിപ്പനുസരിച്ചാണോ? പള്ളി പോകൂല ഞാൻ. ഓക്കെ. കല്യാണം കഴിക്കേണ്ടി വന്നായിരുന്നെങ്കിൽ അവിടെ പോണ്ടി വന്നെ അല്ലേ? അതാണോ കഴിക്കാഞ്ഞ്? തിരക്കിന്റെ ഇടയ്ക്ക് മറന്നു പോകണല്ലേ? അതാണല്ലേ. ഏത് പ്രശസ്ത വ്യക്തിയുടെ ആദ്യ പേരായിരുന്നു അന്നക്കുട്ടി മുട്ടത്തുപാടം? സിസ്റ്റർ അൽഫോൺസ. അതാണോ ഉദ്ദേശിച്ചത്? സിസ്റ്റർ അൽഫോൺസ അതല്ലേ? സിസ്റ്റർ അൽഫോൺസ അല്ലേ? ഓക്കെ, ഞാൻ പൂട്ടോ. വീട്ടിലേക്ക് പോകാൻ യാത്ര ആയിക്കോളൂ. ഓക്കെ, സിസ്റ്റർ അൽഫോൺസ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നാ അച്ഛൻ പോലും പറയും. ഉത്തരം ശരിയാണ്. നിങ്ങളൊന്ന് കൈയടിച്ചോളൂ. എന്റെ എൽദോ 2 ലക്ഷം രൂപയുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു. കട ഉറക്കണ്ട ഇനി 2 ദിവസത്തേക്ക് അല്ലേ? നമുക്കതാ ഉള്ളൂ. കട തുറന്നേ പറ്റൂ. ഇന്നിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അടച്ചോ? അപ്പൊ ഈ കടയിൽ സ്ഥിരമായിട്ട് ഒന്ന് ചക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? അന്നേരം അപ്പുറ ചേച്ചിയുടെ കടയിലുണ്ട്. ചേച്ചി അപ്പൊ അവിടെ എഴുതി വെച്ചോ അടുത്ത കടയിൽ നിന്ന് ചക്ക വാങ്ങി? എല്ലാവർക്കും അറിയാം. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ കാണുന്നു. ശരി, അപ്പൊ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 3 lakhs.
ഏത് വാദ്യോപകരണത്തിലെ വിദഗ്ധരായിരുന്നു അമ്പലപ്പുഴ സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന കെ ശങ്കരനാരായണ പണിക്കർ, കെ ഗോപാലകൃഷ്ണ പണിക്കർ, കെ രാമകൃഷ്ണ പണിക്കർ എന്നിവർ? ഓപ്ഷൻ എ ഇടയ്ക്ക, ഓപ്ഷൻ ബി മൃദംഗം, ഓപ്ഷൻ സി നാദസ്വരം, ഓപ്ഷൻ ഡി കൊമ്പ്. ഇവരെയൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, അമ്പലപ്പുഴ സഹോദരന്മാരെ കേട്ടിട്ടുണ്ട് അല്ലേ? 3 ലക്ഷം രൂപയാണ് വിജയിച്ചാൽ കിട്ടുക. തെറ്റുത്തരം പറഞ്ഞാൽ 20,000 രൂപയാവും. പിന്മാറിയാൽ 1 ലക്ഷം രൂപ കിട്ടും. ഒരു പിടിവള്ളി കുട്ടേട്ടന്റെ ബാക്കിയുണ്ട് താനും. കുട്ടേട്ടനോട് ചോദിക്കല്ലേ? കുട്ടേട്ടാ യെസ് ബോസ്. ഒന്ന് സഹായിക്കൂ. തീർച്ചയായും. റീന മത്തായി, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ഇടയ്ക്ക, സി നാദസ്വരം, ഡി കൊമ്പ്. അപ്പൊ ഈ 3 ഉത്തരം ഇപ്പൊ ഉണ്ട്. അതിലൊരു ഉത്തരം ശരിയായ ഉത്തരമാണ്. അത് ശരിയായ കൊണ്ട് പറഞ്ഞാൽ 3 ലക്ഷം രൂപ കിട്ടും. പക്ഷെ തെറ്റിപ്പോയാലോ 20,000 രൂപ ആയി പോകും. 20,000 രൂപ കിട്ടും. അവിടെ ഒരു പോകാനുള്ള വണ്ടിക്കൂലിയാവും. പിന്മാറിയാൽ 1 ലക്ഷം. പിന്മാറി കഴിഞ്ഞു. ഓക്കെ, ഓട്ടോറിക്ഷ ഇടത്തോടങ്ങ് പോവാം അല്ലേ? വലത്തോട്ടന്നെ പോവാം. അതാ ഓട്ടോറിക്ഷയുടെ കളി അല്ലേ? ഓക്കെ, അപ്പൊ താങ്കൾ റീന മത്തായി, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പോ 1 ലക്ഷം രൂപ, 100,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ. ഇനി പൈസ പോകത്തില്ല. ഇടയ്ക്ക. അപ്പൊ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഭാഗ്യം ഉണ്ടായതിന് 20,000 രൂപ കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയതിന്. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം നാദസ്വരം. അമ്പലപ്പുഴ സഹോദരന്മാർ കെ ഗോപാലകൃഷ്ണ പണിക്കർ, ശങ്കരനാരായണ പണിക്കർ, രാമകൃഷ്ണ പണിക്കർ, ഈ 3 പേരും അടങ്ങിയ അമ്പലപ്പുഴ സഹോദരന്മാർ പ്രശസ്തരായ നാദസ്വര വിദ്വാൻമാരായിരുന്നു. അപ്പൊ എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ പിന്മാറി 1 ലക്ഷം രൂപ കൈ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മള് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇനി നഷ്ടപരിഹാരം നമ്മൾ വാങ്ങിച്ചടങ്ങാവൂ. ഇടയ്ക്ക് വന്ന് കൈയും കാലും പിടിക്കാൻ വരും. അതോ അന്നേരം പോട്ട് എന്തൊരു പറയാൻ എന്ന് പറഞ്ഞു കളയരുത്. എങ്ങനെയാ തീരുമാനം? എങ്ങനെയാ? കൈയും കാലും പിടിച്ചാൽ മാറുമോ? ഇല്ല, മാറത്തില്ലല്ലോ. അങ്ങനെ വന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം ചോദിക്കണം. ഞാൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടന്ന് അഴിയെണ്ണിയ 35 ദിവസം ഉണ്ടല്ലോ, അത് നീ എനിക്ക് മടക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അതാർക്കെങ്കിലും മടക്കി തരാൻ പറ്റുമോ? ഇനി ഇല്ല, ആർക്കും പറ്റില്ല. നമ്മുടെ ജീവിതം പോയില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോ കോംപ്രമൈസ്. റെഡി? പിന്നെ എന്തായാലും അന്ന് 8 ലക്ഷം രൂപയല്ലേ ചെലവായത്, അതിൽ 1 ലക്ഷം മടക്കി കിട്ടിയെന്ന്. നീ ബാക്കി പൈസ കിട്ടണം. റെഡിയല്ലേ? മേടിക്കണം. അപ്പൊ ഇനി കടറക്കാൻ സമയം ഇല്ലല്ലോ. നാളെ രാവിലെ തുറക്കണം. 4 മണിക്ക് എഴുന്നേക്കണം. അപ്പൊ ഇനി സമയം കളയണ്ട, നമുക്ക് താട്ട് പോയാലോ? ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. അപ്പൊ റീന മത്തായി ഇവിടെ വന്നതിൽ സന്തോഷം. താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യമേ തന്നു, ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വരൂ. താങ്കൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇത് സൂക്ഷിച്ചു വെക്കണം. കൊണ്ട് കളഞ്ഞു കളയരുത്. ഇതിനകത്തൊന്നും സാധനം പൊതിഞ്ഞു കൊടുത്തു കളയരുത്. പൈസ അക്കൗണ്ടിൽ വരും, സർട്ടിഫിക്കറ്റ് വീട്ടിൽ സൂക്ഷിക്കണം. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഇനി നമ്മള് ആ പെരുവമൂഴിയിലെ ആ കടയിൽ ഒരു ദിവസം ഞാൻ വരും. നല്ല വരിക്കച്ചക്ക കിട്ടുമല്ലോ അവിടെ അല്ലേ? അത് പ്രമാണിച്ച് സ്ഥലം വിടാനാണോ? ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് വരും. ഓക്കെ, നല്ല 2 വരിക്കച്ചക്ക അമ്മ എടുക്കണം. പൈസയും വാങ്ങിക്കണം. ഉറപ്പല്ലേ? എങ്കിൽ പിന്നെ ഇത് വഴി പോയാൽ കടമറ്റത്ത് എത്താം. ഓക്കെ, താങ്ക് യു. നിരപരാധിയും നിസ്സഹായവുമായ ഒരു വനിതയെ 35 ദിവസം ജയിലിലിടുക, 9 വർഷം കേസ് പറയുക, 8 ലക്ഷം രൂപ ജീവിതത്തിൽ ഇല്ലാതാവുക. ഇതൊക്കെ ഒരു സ്ത്രീക്ക് ഒരു പോലീസുകാരനോ പോലീസ് സ്റ്റേഷനോ കാണിച്ച സംഭവം കൊണ്ടുണ്ടായതാണ്. നമുക്കറിയേണ്ട ഒരു കാര്യം, റോഡിൽ ചോര വാർന്നു കിടന്ന 2 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിച്ചു എന്ന അപരാധം മാത്രമേ ഇവരുടെ ജീവിത പുസ്തകത്തിൽ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല പോലീസുകാരുണ്ട്, നല്ല പോലീസ് സ്റ്റേഷനുകളുണ്ട്, നന്മയുടെ വിളനിലം എന്നൊക്കെ പറയുന്ന പോലീസ് സ്റ്റേഷനുകളുണ്ട്. അതിനിടയിലാണ് ഇത്തരം ചോരപ്പാടുകൾ. ഇവരെ വെറുതെ വിടാൻ പാടില്ല. മറ്റൊരു മത്സരാർത്ഥിയുമായി നമ്മൾ ഇനി അടുത്ത ദിവസം കാണും. ഓക്കെ, ഗുഡ് ബൈ.